ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. ഇന്നത്തെ ഈ ഒരു നമ്മുടെ വലിയ തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ഏതൊരു പ്രോഗ്രാമിന്റെയും ഏതൊരു നല്ല കാര്യത്തിന്റെയും തുടക്കം നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓക്കെ, ഗുഡ് ഈവനിങ്. ഇന്നത്തെ നമ്മളുടെ നല്ലൊരു സായാഹ്നം നമ്മളെല്ലാവരും നല്ലൊരു കാര്യത്തിലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും പല തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വൈകുന്നേരം ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് കടന്നു വന്നവരാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു അവസരത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. എന്നെ ഞാനത് പരിചയപ്പെടുത്താം. എൻ്റെ പേര് പ്രീതി, കോഴിക്കോടാണ് സ്ഥലം. അപ്പം നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിട്ടുള്ള നമ്മുടെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും പുതിയ ആളുകളെയും എല്ലാവരെയും ഞാൻ സ്നേഹത്തോടു കൂടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ നമ്മളുടെ ഗ്രേറ്റ് ലീഡർ നമ്മളുടെ മനോജ് സാർ, നമ്മളൊക്കെ ഇവിടെ ഇരിക്കാൻ കാരണക്കാരനായിട്ടുള്ള നമ്മുടെ മനോജ് സാറിനെയും സ്നേഹത്തോടു കൂടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ ലീഡേഴ്സിനെയും എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ഇന്ന് ഈ ഒരു വൈകുന്നേര സമയത്ത് ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള, അതായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യവും സമ്പത്തും തന്നെയാണ്. നമ്മൾക്കറിയാം ഇന്നത്തെ ഈ ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മളുടെ ആരോഗ്യം ദിനം പ്രതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യം തന്നെയാണ്. അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് ഈ ഒരു പ്രോഗ്രാം നമ്മളിലേക്ക് എത്തിച്ചു തരാനായി ഇന്നിവിടെ എത്തിയിട്ടുള്ളത് വേറെ ആരുമല്ല, നമ്മളുടെയൊക്കെ ഒരു ഭാഗ്യമാണ്. അതായത് നമ്മളുടെയൊക്കെ പ്രിയങ്കരിയായ മഞ്ജുള മേഡത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വന്നത് ഒരു പ്രൊഡക്റ്റിന്റെ വലിയൊരു റിസൾട്ടിലൂടെ, ആ റിസൾട്ട് കിട്ടിയപ്പോൾ അത് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കണമെന്നുള്ള ആത്മാർത്ഥമായ ഒരു പ്രയത്നത്തിലൂടെ ഇത് നമ്മുടെ ഈ ഒരു കമ്പനി ബോംബെയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും ലോകത്തെല്ലായിടത്തേക്കും നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തിക്കാനുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ആൻഡമാൻ ദ്വീപുകളിലേക്കൊക്കെ ഈ ഒരു പ്രോഡക്റ്റിന്റെ റിസൾട്ടുകൾ എത്തിച്ചുകൊണ്ട് വലിയൊരു ജൈത്രയാത്ര തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ പ്രിയങ്കരിയായ, അതായത് മേഡത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക കാര്യം കൂടെ ഉണ്ട്. നമ്മളൊക്കെ ഇന്ന് ദൈവതുല്യനായി കാണുന്ന MD കേരളത്തിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു ഹിന്ദിയിലുള്ള നമ്മളോട് പറയുന്ന വാക്കുകൾ നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് എത്തിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള നമ്മളുടെയൊക്കെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഒരു മാന്യ വ്യക്തിയാണ് മഞ്ജുള മേഡം. അതായത് അഡ്വക്കേറ്റ് എന്ന പദവിയിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ റിസൾട്ടിലൂടെ അതെല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി കടന്നു വന്നുകൊണ്ട് ഏത് ഭാഷയിലും നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും പ്രൊജക്റ്റിനെ കുറിച്ചിട്ടും ഒക്കെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വലിയൊരു വ്യക്തിയാണ് മഞ്ജുള മേഡം. അദ്ദേഹമാണ് ഇന്ന് നമ്മൾക്ക് ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഈ ഒരു അവസരം ഇന്നത്തെ ഈ ഒരു BOPയിൽ ഒരു MC എന്നുള്ള കാര്യം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം തന്നിട്ടുള്ള എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട്, ഈ ഒരു പ്രപഞ്ച ശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മേഡത്തിനെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടെ തന്നെ ഈ ഒരു പ്രോഗ്രാം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം എല്ലാവരും. ഇന്ന് നമ്മൾ എല്ലാവരും ഈ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം കേൾക്കാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ശ്രദ്ധയോടുകൂടെ തന്നെ നമ്മുടെ മൈക്കുകളൊന്നും അൺമ്യൂട്ടായി പോവാതെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആവാതെ ശ്രദ്ധയോടുകൂടെ കുറഞ്ഞ സമയം നമ്മൾ ഈ ഒരു കാര്യത്തെ ശ്രദ്ധയോടുകൂടെ ശ്രവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധയോടുകൂടെ ഇരിക്കുക. മേഡത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം മഞ്ജുള മേഡം. താങ്ക് യു പ്രീതി. ഞാൻ ഓഡിബിൾ ആണോ? ഓഡിയബിൾ ആണ്. ഓക്കെ താങ്ക് യു. ഞാന് സർവേശ്വരന് നന്ദി പറയുന്നു. നമ്മൾക്ക് സമയം ഒട്ടും നമ്മൾ വെറുതെ സംസാരിച്ച് വേസ്റ്റ് ചെയ്യാതെ നമ്മൾ ഇന്ന് ഇവിടെ വന്നേക്കുന്ന ഈ സൂം വേറൊന്നുമല്ല, നമ്മള് മനുഷ്യര്
ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിന്റെ അർത്ഥം നമ്മുടെ കയ്യിൽ 2 താക്കോൽ ഉള്ളപ്പോഴാണ് പൂർത്തിയാകുന്നത്. ആ 2 താക്കോലുകളെ കുറിച്ച് ഒരു ചെറിയൊരു എന്താ പറയാ, ഒരു ബ്രീഫ് ആയിട്ടുള്ള, അതെന്തിനാണ് ഈ 2 താക്കോല് നമ്മൾക്ക് ആവശ്യം എന്നുള്ളത്. 2 താക്കോൽ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന വീടിന്റെ താക്കോലല്ല, പക്ഷെ നമ്മളുടെ ജീവിതത്തിലെ 2 താക്കോൽ എന്ന് പറയുന്നത് ഹെൽത്തും വെൽത്തും ആണ്, ആരോഗ്യവും സമ്പത്തുമാണ്, അല്ലെ? ഇത് രണ്ടും ഒത്തു തന്നെ, അല്ലെങ്കിൽ ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. കാരണം ഹെൽത്ത് ഇല്ലാതെ നമ്മൾക്ക് എത്ര സമ്പത്ത്, എത്ര സമ്പാദ്യം ഉണ്ടെങ്കിലും, എത്ര കോടികൾ ഉണ്ടെങ്കിലും, നമുക്ക് എല്ലാവർക്കും അറിയാം കൊറോണ വന്നപ്പോൾ കോടീശ്വരന്മാര് പോലും വെറുതെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം അവരുടെ ആരോഗ്യം, അല്ലെങ്കിൽ കൊറോണ വന്ന് അവരുടെ ആരോഗ്യം ക്ഷയിച്ച് അവർ മരിച്ചു പോയപ്പോൾ അവർ സമ്പാദിച്ചു വെച്ച പൈസയൊന്നും അവർക്ക് സത്യം പറഞ്ഞ ഒരു ഗുണവും ചെയ്തില്ല, അല്ലെ? നിറച്ച് ഹെൽത്ത് ഇല്ല എന്ന് വിചാരിച്ചു, വെൽത്ത് ഉണ്ട്, നമുക്ക് കുറെ വെൽത്തും ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഹെൽത്തിയാണ്, ഭയങ്കര ആരോഗ്യവും ഒക്കെ ഉണ്ട്, 6 പാക്ക് മസിലും ഒക്കെ ആയിട്ട് എനിക്ക് ഫുൾ ആരോഗ്യം, എനിക്ക് ഒരു അസുഖവും ഇല്ല. പക്ഷെ എന്റെ കയ്യിൽ 5 പൈസ എടുക്കാനില്ലെങ്കിൽ ആ ആരോഗ്യത്തോടെ ഇരിക്കുന്ന നമ്മൾക്ക് എന്തെങ്കിലും വില ഉണ്ടാവുമോ? അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? പൈസയാണ് എല്ലാം എന്ന് പറയുന്നില്ല, പക്ഷെ പൈസ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ആരോഗ്യം ഉള്ളത് പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ജീവിക്കാനായിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരം വേണ്ടതുപോലെ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ നമ്മൾക്ക് സമ്പാദ്യം വേണം എന്നുള്ളതും വളരെ വളരെ അത്യാവശ്യമാണ്. നമ്മൾക്ക് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ മുൻപില് നമ്മൾക്ക് എന്തും, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്, അല്ലെ? സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം. അത് ഇപ്പോ നമുക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആ പൈസ ഉണ്ടാക്കാനായിട്ട്, എന്ത് സ്വപ്നം കണ്ടാലും നമ്മളുടെ സ്വപ്നങ്ങൾ ആക്ച്വലി ഡിസ്റ്റർബ്ഡ് ആവുന്ന രീതിയിലായിരിക്കാം നമ്മൾ സ്വപ്നങ്ങൾ കാണേണ്ടത്. അപ്പോ നമ്മൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്ന് നമ്മൾ നോക്കിയാല് കേരളത്തില് തൊഴിലവസരങ്ങൾ കുറഞ്ഞു. AI എന്ന് പറയുന്ന ഒരു ടെക്നോളജി വന്നതോടുകൂടി അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ വളരെ അല്ലെങ്കിൽ ഏറ്റവും കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ളത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. AI ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, ഇന്നിപ്പോ റോബോട്ടുകളുടെ കാലമാണ്. അത് നമ്മളുടെ പല വ്യവസായ മേഖലകളിലും ഇപ്പോ വളരെയധികം ആൾക്കാർ, ഇപ്പൊ US-ലാണെങ്കിലും ഇന്നിപ്പോ ഇവിടെ AI ടെക്നോളജിയിലൂടെ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ദുബായില്, ഈ ലോകത്തെമ്പാടും നിരവധി ആൾക്കാർക്കാണ് തൊഴിലുകൾ നഷ്ടപ്പെടുന്നത്. കാരണം ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ യന്ത്രങ്ങൾക്ക് മനുഷ്യന്റെ ജോലി ചെയ്യാൻ സാധിക്കാൻ നേരം എന്താ സംഭവിക്കുക? മനുഷ്യന്റെ ആവശ്യമില്ല, അല്ലെ? അൺമാൻഡ് ആയിട്ടുള്ള, അതിന് അൺമാൻഡ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു ഡിവൈസ് ഉണ്ട്, അത് നമ്മുടെ ഫോണിൽ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാല് നമ്മളുടെ വീടിന്റെ സ്വിച്ച്, ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ ആവശ്യമില്ലാണ്ട് ഗേറ്റ് തുറക്കുക, അടയ്ക്കുക, ഒരു ഫ്ലാറ്റിന്റെ ലൈറ്റ് ഇടുക, ഓഫ് ചെയ്യുക. അപ്പൊ ആ 2 സെക്യൂരിറ്റിക്കാരുടെ ജോലി അത് ഇല്ലാണ്ടാക്കുക. അതുപോലെ തന്നെയാണ് ഈ AI ടെക്നോളജി എന്ന് പറയുന്നത്. മനുഷ്യന് ചെയ്യേണ്ട ആ ഒരു സമയവും മനുഷ്യന്റെ ജോലികള് ഈ AI ടെക്നോളജിയിലൂടെ വരാൻ നേരം നിരവധി ലക്ഷക്കണക്കിന് ജനങ്ങൾക്കാണ് ഇനി അങ്ങോട്ടേക്ക് തൊഴിലുകൾ നഷ്ടപ്പെടാൻ പോകുന്നത്. സ്റ്റഡീസ് പറയുന്നതെന്ന് വെച്ചാൽ 65% കുടുംബങ്ങൾക്ക് ഇന്ന് നിലവിൽ സമ്പാദ്യം ഇല്ല എന്നുള്ളതാണ്, കടക്കെണിയിലാണ്. അത് നബാർഡിന്റെ റിപ്പോർട്ടാണ്. അപ്പൊ ഇന്ന് നമ്മൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞാല് നമ്മളുടെ ഈ ഒരു ജനസംഖ്യനെ 4 തരത്തിലാണ് അതിനെ വിഭാഗിച്ചേക്കണം. അത് ഒന്നെന്ന് പറഞ്ഞാല് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ. എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് ജോലിയാണ്, ജോലി ഉണ്ടാവും, ജോലിയിലൂടെ നമ്മൾക്ക് ശമ്പളം കിട്ടുന്നു, നമ്മൾക്ക് നമ്മുടെ സമയം പൈസയായി മാറുന്നു എന്നുള്ളത് എംപ്ലോയീസ് എന്നാണ് അതിനെ പറയാ. രണ്ടാമത്തെ വിഭാഗം, 4 വിഭാഗങ്ങൾ. രണ്ടാമത്തെ എന്ന് വെച്ചാൽ സെൽഫ് എംപ്ലോയിഡ്. സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു കട, സ്വന്തമായിട്ട് കടയുണ്ട്, ഒരു ബിസിനസ്, നമ്മളുടെ
ഡോക്ടേഴ്സ്, പ്രൊഫഷണൽസ് എന്ന് വെച്ചാൽ നമ്മൾ തന്നെ സെൽഫ് എംപ്ലോയിഡ് എന്നാണ് അവര് പറയുന്നത്. ആ സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ജോലി എടുത്താൽ അവർക്ക് അതിലൂടെ പൈസ നേടാം. അവരെ റീപ്ലേസ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. ഇപ്പൊ ഒരു ഡോക്ടർ, ആ ഡോക്ടർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് പ്രാക്ടീസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് പൈസ സമ്പാദിക്കാൻ പറ്റും. പക്ഷെ അദ്ദേഹം മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു ജോലി അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് കൈമാറാൻ പറ്റില്ല. അപ്പൊ അതിനെയാണ് സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറി എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ സമ്പദ് വ്യവസ്ഥയെ നോക്കിക്കഴിഞ്ഞാല് 95% ആൾക്കാരും ഈ ഒരു എംപ്ലോയി കാറ്റഗറിയിലും സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയിലുമാണ് ഉള്ളത്. ബാക്കി 5% ആൾക്കാരെന്ന് പറയുന്നത് ബിസിനസ് ഓണേഴ്സ് ആണ്. ബിസിനസ് ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു ഉദാഹരണത്തിന് യൂസുഫ് അലി എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ബിസിനസ് ഓണറാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തില് അദ്ദേഹം അല്ല എല്ലായിടത്തും ഓടി നടന്ന് ജോലി എടുക്കുന്നല്ല. അദ്ദേഹത്തിന് ഒരു ടീമുണ്ട്. ആ ടീമിലൂടെ അദ്ദേഹത്തിന്റെ 8 മണിക്കൂറത്തെ ജോലി അദ്ദേഹത്തിന്റെ 10,000 എംപ്ലോയീസ് ഒരുമിച്ച് ചെയ്യാൻ നേരം ആ വർക്കിംഗ് അവേഴ്സിനെ നമ്മള് ഈ ബിസിനസ് ഓണറിന്റെ വർക്കിംഗ് അവർ ആയിട്ട് മാറുവാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഈ ബിസിനസ് ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഓൺ ചെയ്യുന്ന ബിസിനസ് ഒരു ടീമിലൂടെ, ഒരു ടീം വർക്കിലൂടെ, ഏത് ബിസിനസ് ഓണേഴ്സിനെ നോക്കിക്കഴിഞ്ഞാലും അവരെല്ലാവരും ഫങ്ഷൻ ചെയ്യുന്ന ഒരു ടീമിലൂടെയാണ്. അപ്പൊ നമ്മളുടെ സമയം അല്ലെങ്കിൽ നമ്മളുടെ ടീമിലൂടെ നമ്മൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് ബിസിനസ് ഓണേഴ്സ്. 4ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് പൈസ വലിയ ഓൾറെഡി റിച്ച് ആയിരിക്കും. അവരുടെ പൈസ അവർ മുടക്കി ആ പൈസയിലൂടെ ആൾക്കാരെ കൊണ്ട് ജോലി അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാപനങ്ങൾ ഓൺ ചെയ്തിട്ട് അവര് അതിലൂടെയാണ് പൈസ സമ്പാദിക്കുന്നത്. അപ്പോ നമ്മള് ഈ 95% എന്ന് പറയുന്ന ആ വിഭാഗത്തില് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവില്ല. ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാതെ നമ്മൾക്ക് എന്തിനും ഏതിനും നമ്മൾ ഒരു ലോക്കിൽ പെട്ട് കിടക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് പൈസ കയ്യിലില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾക്ക് മാറാനായിട്ട്. അപ്പൊ ആ ഒരു എംപ്ലോയി കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൈസ ലിമിറ്റഡ് ആയിരിക്കും. നമ്മൾക്ക് ജോലിക്ക് പോയാൽ മാത്രമേ നമ്മൾക്ക് ശമ്പളം കിട്ടുള്ളൂ. ആ ശമ്പളം കൊണ്ട് നമ്മൾക്ക് മുമ്പോട്ടേക്ക് ജീവിക്കാൻ ഇന്നത്തെ അവസ്ഥയിൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിക്കൊണ്ട് ഈ എംപ്ലോയി എന്നുള്ളൊരു മൈൻഡ് സെറ്റ്, കാരണം 30 കൊല്ലം ജോലിയെടുത്തു, 30 കൊല്ലം ജോലി എടുത്താലും നമ്മൾക്ക് ഇന്ന് അവസാനം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും കടങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു എംപ്ലോയി മൈൻഡ് സെറ്റിൽ നിന്ന് ഇന്ന് നമ്മൾ മാറേണ്ടത് ബിസിനസ് ഓണേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ ആയാൽ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും സാധിക്കുള്ളൂ. നമ്മൾ മനസ്സിൽ കാണുന്ന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഒരു ബിസിനസ് ഓണർ ആവേണ്ട ഒരു ആവശ്യമാണ് ഇന്ന് നമ്മൾക്ക് ഉള്ളത്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖല അപ്പൊ എല്ലാവർക്കും യൂസുഫ് അലിയോ എല്ലാവർക്കും ഈ പറഞ്ഞ പണം സമ്പാദിക്കാൻ യൂസുഫ് അലി തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് അലി ആക്കിയത് 40 കൊല്ലത്തെ അധ്വാനമാണ്. അപ്പൊ 40 കൊല്ലം കൊണ്ട് നമ്മൾക്ക് ഇനി മനസ്സ് വെച്ചാൽ പോലും ആ ഒരു അവസ്ഥയിൽ എത്തുന്ന വെച്ചാൽ ഷിയർ ആയിട്ടുള്ള ഹാർഡ് വർക്കാണ്. ആ ഹാർഡ് വർക്കിലൂടെയാണ് ഇവര് ഇതെല്ലാം നേടിയെടുത്തേക്കുന്നത് അല്ലെ. തുടക്കത്തിലെ അത്രയധികം ഹാർഡ് വർക്കും ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മളുടെ മുൻപിലുള്ള ഒരു വ്യവസായം എന്ന് പറയുന്ന ഡയറക്ട് സെല്ലിംഗ്. ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് ഒരു ബിസിനസ് ഓണർ ആവാനായിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ബിസിനസ് ഓണറായി നമ്മൾ തന്നെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് വന്നിട്ട് ഇത് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഒരു മേഖലയും കൂടെയാണ് ഗസറ്റിലൂടെ പബ്ലിഷ് ചെയ്ത് ഇന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മാത്രമല്ല കേരള ഗവൺമെന്റും ഫെബ്രുവരി 19 ഇതിനെ ഡയറക്ട് സെല്ലിങ്ങിന്റെ റൂൾസും റെഗുലേഷൻസും ഇറക്കി നിയമാനുസൃതമായിട്ട് തന്നെ നമ്മൾക്ക് ജോലി എടുക്കാൻ പറ്റുന്ന ഒരു വ്യവസായമാണ് ഡയറക്ട് സെല്ലിംഗ് മേഖല. അപ്പൊ ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നിലവില് നമ്മൾ ഒരു ഉൽപ്പന്നം വാങ്ങിച്ചു, നമ്മളിപ്പോ കടയിൽ പോയിട്ട് ഒരു ഉൽപ്പന്നം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഉൽപ്പന്നത്തിന്റെ നടുക്ക് വരുന്ന കുറെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആ ഇന്റർമീഡിയറ്റ് കാര്യങ്ങളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ C&F ഏജൻസ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന മാനുഫാക്ചറിൽ നിന്ന് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് എത്തി ഡിസ്ട്രിബ്യൂട്ടറിൽ കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്.
അപ്പോ ആ ഡയറക്ട് സെല്ലിങ്ങിലൂടെ നമ്മൾക്ക് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മളിലൂടെ ഒരു ടീം ഫോം ചെയ്ത് നമ്മൾക്ക് ഒരു പാസീവ് ഇൻകം നമ്മളുടെ ഈ ഒരു ബിസിനസ് വളർത്തുമ്പോൾ, നമ്മൾ ബിസിനസ് ഓണേഴ്സ് ആയിട്ട് ബിസിനസ് വളർത്തുമ്പോൾ നമുക്കൊരു പാസീവ് ഇൻകം ഉണ്ടായി നമ്മൾക്ക് അത് നമ്മളുടെ തലമുറകളിലേക്ക്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിസിനസ് ഓണറിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു പോയാലും അദ്ദേഹത്തിന്റെ ബിസിനസ് നിന്നു പോകുന്നില്ല അല്ലെ. ആ ബിസിനസ് തുടർന്നുകൊണ്ടിരിക്കുന്നു, തലമുറകളിലേക്ക് കൈമാറ്റപ്പെടുന്നു. ആ തലമുറ അത് ഏറ്റെടുത്തിട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ആ ഫാമിലിയിൽ വരുന്ന ഒരു പാസീവ് ഇൻകം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളില്ലെങ്കിലും നമ്മളുടെ കുടുംബത്തിന് അതിലൂടെ വരുമാനം നേടുന്നതിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു പാസീവ് ഇൻകം എങ്ങനെ നേടാം അതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കമ്പനിയാണ്. ഇന്ന് ആ ഒരു താക്കോല് നമ്മളുടെ ആരോഗ്യത്തിന്, ഞാൻ പറഞ്ഞു ആരോഗ്യവും സമ്പത്തിന്റെയും താക്കോലാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോ ഈ ആരോഗ്യത്തിന്റെയും സമ്പത്തിന്റെയും താക്കോല് രണ്ടും ഉൾപ്പെടുന്ന ഒരു കമ്പനിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത് വേറെ ഒന്നുമല്ല, ഇ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരുടെ ഹെഡ് ഓഫീസ് മീര റോഡിലാണ്, ബോംബെയിലെ. 2008 തുടങ്ങിയ കമ്പനി ബേസിക്കലി അവർ ട്രഡീഷണൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പരമ്പരാഗതമായിട്ടുള്ള ബിസിനസ് ചെയ്ത് അവർ എക്സ്പോർട്ടേഴ്സ് ആയിരുന്നു. ഈ എക്സ്പോർട്ടേഴ്സ് ആയിരുന്ന കമ്പനി കൊറോണ സമയത്ത് അവരുടെ എക്സ്പോർട്ടിങ് നിലച്ചു. അത് ഒരു ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ് ആണ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ അവരുടെ എക്സ്പോർട്ടിങ് നിലച്ചതിന് ശേഷം അവരെന്ത് ചെയ്തു, ഈ പ്രോഡക്ട്സ്, ഒന്നാമത് കൊറോണ കാലമാണ്, ആ സമയത്ത് മോദി ഗവൺമെന്റ് മെഡിക്കൽ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് അത് ഈ മാനുഫാക്ചർ ചെയ്ത സ്റ്റോക്ക് അവർ ആയുഷ് മന്ത്രാലയത്തിനെ അപ്രോച്ച് ചെയ്തിട്ട് ആയുഷ് മന്ത്രാലയത്തിലൂടെ മാഗ്നറ്റിക് തെറാപ്പീനെ ഒരു ചികിത്സാ രീതിയായിട്ട്, ആയുഷിന്റെ കീഴിലുള്ള ചികിത്സാ രീതിയാക്കി മാറ്റിയതിനു ശേഷം അതാണ് ഗവൺമെന്റ് ഈ കമ്പനി ഡയറക്ട് സെല്ലിംഗ് മുഖേനയാണ് നമ്മളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഇത് വിപണന സാധ്യത കാണിച്ചു തന്നേക്കുന്നത്. അപ്പൊ നമ്മളുടെ കമ്പനി എന്ന് പറയുന്നത് 2008 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. 16 കൊല്ലം പഴയ പാരമ്പര്യമുള്ള ഒരു കമ്പനിയും കൂടെയാണ്. നാനോ ടെക്നോളജിയിലും ബയോടെക്നോളജിയോടും വികസിപ്പിച്ചെടുത്ത ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾക്ക് ആയുഷ് മന്ത്രാലയത്തിന്റെയും MSME ഡിപ്പാർട്ട്മെന്റിന്റെ അംഗീകാരമുള്ളതാണ്. നമ്മുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ സാഗർ ജോഷി സാറാണ്. സാഗർ ജോഷി സാറ് ഡോക്ടറേറ്റ് നേടിയതാണ് മാഗ്നറ്റിക് തെറാപ്പിയിലും നാനോ ടെക്നോളജിയിലും. അദ്ദേഹം ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറും കൂടെയാണ്. അപ്പൊ നമ്മളുടെ കമ്പനിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മൾ സോഫ്റ്റ്വെയർ വേറെ ഒരു കമ്പനിയിൽ നിന്നും കടം വാങ്ങിയതൊന്നുമല്ല. അപ്പൊ നമ്മളുടെ സ്വന്തം സെർവർ, നമ്മളുടെ സ്വന്തം സോഫ്റ്റ്വെയർ നമ്മളുടെ തന്നെ MD ആണ് വികസിപ്പിച്ചെടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരെ അവരുടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമ്മളുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് മീര റോഡിലാണ്, ഥാനെ മീര റോഡിലാണ്. നമ്മളുടെ കോർപ്പറേറ്റ് ഓഫീസ് എന്ന് പറയുന്നത് ദാദറിലാണ്. ദാദറില് ഇന്ത്യയിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഓഫീസ് നിലകളുള്ള ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആയ അവിടെ ദാദർ ഓഫീസ് കൊഹിനൂർ ടവേഴ്സിലാണ് സ്ഥിതി ചെയ്യുന്നത്, 46ാമത്തെ ഫ്ലോറിൽ. പിന്നെ നമ്മൾക്ക് കോർപ്പറേറ്റ് ഡൽഹിയിലും നമ്മളുടെ ഒരു ഓഫീസ് ഉണ്ട്. ഇപ്പോ നമ്മൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് കേരളത്തിലേക്ക് നമ്മൾക്ക് ഒരു ഓഫീസ് അനുവദിച്ചിട്ടുണ്ട്. ഈ ഒരു സെപ്റ്റംബറിനുള്ളിൽ തന്നെ നമ്മളുടെ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നതുമായിരിക്കും. എല്ലാ തരത്തിലുള്ള ലീഗൽ ഫോർമാലിറ്റീസും, ഡയറക്ട് സെല്ലിങ്ങിന്റെ എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ഒരു കമ്പനി, ഞാൻ പറഞ്ഞു 2021 ഇവര് ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് വരുന്നത്. അതിനു മുന്നേ വരെ അവർ എക്സ്പോർട്ടേഴ്സ് ആയിരുന്നു. അപ്പോ ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ട എല്ലാ നിയമാനുസൃതമായിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പ്രവൃത്തി മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ കമ്പനി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വന്നേക്കുന്നത്. നമ്മൾക്ക് അഭിമാനിക്കാവുന്ന കാര്യം എന്ന് പറയുന്നത്
മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് അവാർഡ് നമ്മളുടെ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് സർട്ടിഫൈഡ് ആണ്. പിന്നെ മോസ്റ്റ് എക്സൈറ്റിംഗ് കമ്പനി ഓഫ് ദി ഇയർ 2023 ഏറ്റവും എക്സൈറ്റിംഗ് കമ്പനിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവാർഡും റിവാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി മുംബൈ ഓഫീസിൽ പോയിട്ടുണ്ട്. ആ ഒരു ഓഫീസിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് അവാർഡുകൾ, ഗവൺമെന്റിന്റെ തന്നെ അവാർഡുകൾ കിട്ടിയ ഒരു കമ്പനിയാണ്. 2023 ഡിസംബറിൽ നമുക്ക് ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദി ഇയർ അവാർഡ് വരെ കിട്ടിയിട്ടുള്ളതാണ്. വെൽനെസ് എന്ന് പറയുന്നത്, ഇനി നമ്മള് ആരോഗ്യത്തെക്കുറിച്ച്, ആദ്യത്തെ താക്കോലായ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറയാം, വളരെ ചുരുക്കത്തിൽ പറയാം. ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു മനുഷ്യന് ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ, അല്ലെ, നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇന്ന് ജീവിച്ചിരിക്കാൻ സാധിക്കുന്നത് നമ്മളുടെ ഒരു ഭാഗ്യമാണ്. നാളെ നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കുന്നതും ഒരു വലിയൊരു ഭാഗ്യമാണ്. അപ്പോ നമ്മൾക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ അപ്പൊ നമ്മളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിലുള്ള നമ്മൾക്ക് ശരീരത്തില് നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ പ്രോഡക്റ്റ് ആക്ച്വലി നമ്മുടെ ശരീരത്തില് ഒരു മനുഷ്യന് ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്? നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനും നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ ലെവൽസും റെഗുലേറ്റഡ് ആവുക എന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ ഓക്സിജൻ ലെവൽസ് ഏത് നിമിഷം നിന്നു പോകുന്നോ നമ്മൾ മരിച്ചു പോകും, അല്ലെ? അപ്പൊ നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു പ്രവൃത്തി മാത്രമാണ് ഈ പ്രോഡക്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ബയോമാഗ്നറ്റിക് തെറാപ്പി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ബയോമാഗ്നറ്റിക് തെറാപ്പി അല്ലെങ്കിൽ കാന്തിക ചികിത്സ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ശരീരത്തില് ഒരു മാഗ്നറ്റിക് ഫോഴ്സ് നമ്മുടെ ശരീരത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ കോശങ്ങള് ബ്ലഡ് സെൽസിനെ അത് കട്ടിപിടിപ്പിക്കാതെ നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ശരീരത്തിലൂടെ ഉള്ള എല്ലാ ടോക്സിൻസിനെയും പുറത്തേക്ക് ഇത് ചെയ്ത് അല്ലെങ്കിൽ റിമൂവ് ചെയ്തിട്ട് നമ്മളുടെ ശരീരത്തെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുക എന്ന ഒരു കർമ്മമാണ് ആക്ച്വലി ഈ പ്രോഡക്റ്റ് നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നത്. ആയുഷിന്റെ ഞാൻ പറഞ്ഞു നേരത്തെ 2021 കൊറോണ വന്ന സമയത്താണ് നമ്മളുടെ പ്രോഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വിപണനത്തിന് വന്നത്. അവര് വിപണനത്തിന് വരുന്നതിന് മുമ്പേ ആയുഷ് മന്ത്രാലയത്തിന്റെ ഒരു ടെസ്റ്റ് ആൻഡ് ട്രയലിന് ശേഷമാണ് വന്നത്. അപ്പൊ കൊറോണ സമയം ആയതുകൊണ്ട് നമ്മള് ഇത് അപ്രൂവ് ചെയ്തിട്ട് മാഗ്നറ്റിക് തെറാപ്പി പ്രോഡക്റ്റ് ആണ് കമ്പനി പറഞ്ഞപ്പോൾ അവരാദ്യം പരീക്ഷിച്ചത് കൊറോണ പേഷ്യൻസിലാണ്. ഈ കൊറോണ പേഷ്യൻസിൽ നമ്മൾക്കറിയാം കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായത് എങ്ങനെയാണ്? ബ്ലഡ് സർക്കുലേഷന്റെ പ്രശ്നം, അല്ലെ? ഓക്സിജൻ കിട്ടാതെ ഇരുന്നിട്ടാണ്. നമ്മൾക്കറിയാം ഓക്സിജൻ സിലിണ്ടേഴ്സിന് വേണ്ടി ഇടികൂടിയിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അപ്പൊ ഈ ഓക്സിജൻ സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലൂടെ സ്റ്റോപ്പ് ആയ സമയത്ത് മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ വന്നിട്ടാണ് ഈ പറഞ്ഞ കൊറോണയിലൂടെയുള്ള മരണസംഖ്യ ഏറ്റവും കൂടുതൽ ഉണ്ടാവുകയൊക്കെ ചെയ്തത്. അപ്പോ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് കൊറോണയെ ചെറുക്കാൻ നമ്മളുടെ പ്രോഡക്റ്റിന് സാധിക്കുമെന്ന് തെളിയിച്ചതിന് ശേഷമാണ് നമ്മളുടെ പ്രോഡക്റ്റ് ആയുഷ് മന്ത്രാലയം മാഗ്നറ്റിക് തെറാപ്പി അംഗീകരിച്ചിട്ട് ഇതിന് പെർമിഷൻ കൊടുത്തത്. അതുകൊണ്ട് നമ്മളുടെ പ്രോഡക്റ്റിന് 2021 ആയുഷ് കൊറോണ യോദ്ധ അവാർഡ് കിട്ടിയതാണ്. അപ്പോ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത് വളരെ അത് വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഇത് വേറൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ്. അത് പഞ്ചഭൂതങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വായു, ജലം, പിന്നെ അഗ്നി, സൂര്യപ്രകാശം, പിന്നെ ഭൂമി, അല്ലെ? ഇതാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ. ഈ പഞ്ചഭൂതങ്ങളും നമ്മുടെ ശരീരത്തില് കറക്റ്റ് പ്രപ്പോർഷനിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമ്മളുടെ ശരീരത്തെ ആരോഗ്യമുള്ള ഒരു ശരീരം എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുക. പക്ഷെ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ സ്വയം ഇരുന്നുകൊണ്ട് ആലോചിക്കുക, നമ്മളുടെ ശരീരത്തില് ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വായു എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശ്വസിക്കുന്ന വായു ഒക്കെ മലിനപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് തന്നെ ഒരു മനുഷ്യൻ എത്രയാണ്
നമ്മുടെ ശരീരം 72% വെള്ളത്താൽ നിർമ്മിക്കപ്പെട്ടതാണ്. അപ്പൊ നമ്മളുടെ ശരീരത്തിലെ ഒരു ശരാശരി മനുഷ്യന് 20 കിലോ വെയിറ്റ് ഉള്ള ഒരു മനുഷ്യൻ 1 ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത്. ഈ 1 ലിറ്റർ വെള്ളം ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ കുടിച്ചാൽ തന്നെ, കാരണം വെള്ളത്തിന് കട്ടിപ്പ് കൂടുതലായതുകൊണ്ട് നമ്മൾ ഇന്ന് നിലവിൽ 1 ലിറ്റർ കുടിച്ചാൽ തന്നെ 30% മാത്രമേ ശരീരം അബ്സോർബ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ ശരീരത്ത് വെള്ളമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ കൂടെയാണ് നമ്മൾ എല്ലാവരും ഇന്ന് ജീവിക്കുന്നത്. അഗ്നി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എനർജി ആയിട്ട് കൺവേർട്ട് ആയി നമ്മളുടെ ശരീരത്തിലേക്ക് എല്ലാ കോശങ്ങളിലേക്കും ചെല്ലുന്നതാണ് അഗ്നി എന്ന് പറയുന്ന ആ ഒരു പഞ്ചഭൂതങ്ങളിലെ ഒരു എലിമെന്റ്. പിന്നെ സൂര്യപ്രകാശം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളതാണ്. അപ്പൊ സൂര്യപ്രകാശം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്ത് വളരെ വളരെ അത്യാവശ്യമായിട്ട് എത്തിപ്പെടേണ്ട ഒരു എനർജിയാണ്. അഞ്ചാമത്തെ എന്ന് പറയുന്നതാണ് ഭൂമി അല്ലെങ്കിൽ മാഗ്നറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ശരീരം ഭൂമിയായിട്ട് ഇഴകിച്ചേരുക, അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ പറയുന്ന എന്താണ്, പ്രകൃതി മനുഷ്യനെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചേക്കുന്ന പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക അല്ലെങ്കിൽ ഭൂമിയോട് ഇണങ്ങി ജീവിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ഭൂമിയിലുള്ള കാന്തിക ശക്തി നമ്മളുടെ ശരീരത്തിലേക്ക് ആവാഹിക്കപ്പെടുന്നു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യപ്പെടാൻ നേരം നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ജീവൻ അല്ലെങ്കിൽ ജീവന്റെ തുടിപ്പിനെ നിലനിർത്തുന്നത് ഈ ഭൂമിയുടെ മാഗ്നറ്റിക് എനർജിയാണ്. അപ്പോ നമ്മള് പണ്ട് കാലത്തെ പോലെയൊന്നും അല്ല ഇപ്പൊ ജീവിക്കുന്നത്. നമ്മൾ ഇനിയിപ്പോ എത്ര ശ്രമിച്ചാലും നമ്മൾക്ക് ആ ഒരു പഴയ കാലത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ മണ്ണിനോട് ചേർന്ന് ജീവിക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. പ്രൊഫസർ വിവേകാനന്ദൻ തന്നെ പറഞ്ഞേക്കുന്നത് പാദരക്ഷകളാണ് ലോകത്തിലെ ഏറ്റവും അപകടകരമായ കണ്ടുപിടുത്തം എന്നാണ്. അപ്പോ ഇന്ന് നമ്മൾക്കറിയാം ഈ ഒരു പ്രോഡക്റ്റ്, ഞാൻ പറഞ്ഞു നമ്മുടെ പ്രോഡക്റ്റ് ബ്ലഡ് സർക്കുലേഷനെ ഇംപ്രൂവ് ചെയ്യുകയും നമ്മുടെ ഓക്സിജൻ ലെവൽസിനെയും പ്രോപ്പർ ആക്കിയിട്ട് നമ്മളുടെ ശരീരത്തിലെ ഫോണിന്റെ റേഡിയേഷൻ. കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു പേപ്പർ കട്ടിങ് അല്ലെങ്കിൽ ഹിന്ദു പേപ്പറിൽ കണ്ട ഒരു ന്യൂസ് ആണ്. ഏറ്റവും കൂടുതൽ വന്ധ്യത ഇന്ന് പുരുഷന്മാരിൽ ഉള്ളത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ ഇപ്പൊ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ടും മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോ നമ്മൾ തന്നെയാണ് ഈ പറഞ്ഞ അസുഖങ്ങളെ അല്ലെങ്കിൽ ഒരു അൺഹെൽതി ലൈഫ് സ്റ്റൈല് നമ്മൾ തന്നെയാണ് നമ്മളുടെ ശരീരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്ലംബറിന്റെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലുള്ള അഴുക്കുകളെ ടോക്സിൻസിനെ കളഞ്ഞിട്ട് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനെ കറക്റ്റ് ചെയ്യാൻ മാത്രമാണ് നമ്മളുടെ ഈ പ്രോഡക്റ്റ് ചെയ്യുന്നത്. നമ്മളുടെ പ്രോഡക്റ്റിൽ ഉപയോഗിച്ചേക്കുന്ന മാഗ്നറ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ മാഗ്നറ്റ് ഒന്നുമല്ല, മെഡിക്കൽ മാഗ്നറ്റ്സ് ആണ്. ആ മെഡിക്കൽ മാഗ്നറ്റിനെ പറയുന്നത് നിയോഡൈമിയം എന്നാണ്. നിയോഡൈമിയം എങ്ങനെ ഉത്പാദിപ്പിക്കപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ അടിത്തട്ടില് നമ്മളുടെ ഭൂമിയുടെ ഓരോ അടിത്തട്ടില് ഓരോരോ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങളുണ്ട്. ഞാൻ പറയണേ, ആഫ്രിക്കയിൽ പോയിട്ട് നമ്മൾ മൈൻ ചെയ്ത് കഴിഞ്ഞാല് നമ്മൾക്ക് എന്താ കിട്ടുക? സ്വർണവും ഡയമണ്ട്സ് ഒക്കെ കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ മൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ കിട്ടുന്നത്? പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കിട്ടും. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മൈൻ ചെയ്ത കരിമണൽ കിട്ടും. അതുപോലെ തന്നെ ഫാർ ഈസ്റ്റ് രാജ്യങ്ങൾ, ജപ്പാൻ, ചൈന, കൊറിയ, ഇവിടെയൊക്കെ നമ്മളുടെ ഭൂമിയുടെ 10-600 അടി താഴ്ചയിൽ മൈൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വെള്ള പൗഡർ അല്ലെങ്കിൽ ഒരു ഭസ്മം പോലത്തെ ഒരു പൗഡർ ആണ് കിട്ടുന്നത്. അതിനെയാണ് നിയോഡൈമിയം എന്ന് പറയുന്നത്. ഇത് ഭൂമിയുടെ പ്രകൃതിയിലുള്ള ഒരു മാഗ്നറ്റിക് എനർജിയുടെ ഒരു ഉത്ഭവത്തിൽ നിന്നും വരുന്ന ഒരു പൗഡറാണ്. അപ്പൊ ഈ നിയോഡൈമിയം മാഗ്നറ്റിക് പൗഡർ ആണ് നാനോ ടെക്നോളജിയിൽ വികസിപ്പിച്ച് നമ്മളുടെ ഈ പ്രോഡക്റ്റുകളിൽ ഉപയോഗിക്കപ്പെട്ടേക്കുന്നത്. നമ്മളുടെ പ്രോഡക്റ്റ് ഇപ്പൊ നിയോഡൈമിയം നിങ്ങൾക്ക് ഇന്നൊരു പുതിയ അറിവാണെങ്കിൽ ഒന്ന് ഓർക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നാസയിലെ ബഹിരാകാശ സഞ്ചാരികള് അവരുടെ സൂട്ട്സിനകത്ത്
ഉപയോഗിക്കുന്നതും ഇതേ സ്പേസ് സൂട്ടിനകത്ത് ഫിറ്റ് ചെയ്തേക്കുന്നതും നിയോഡൈമിയം മാഗ്നറ്റ്സ് ആണ്. ഈ നിയോഡൈമിയം മാഗ്നറ്റ്സ് എന്തുകൊണ്ടാണ് ഫിറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അവര് നോർമൽ ഇതിലല്ല, ബഹിരാകാശത്തേക്ക് പോകുന്ന നേരം ഒരു ലെവല് കഴിയാൻ നേരം അവരുടെ ഓക്സിജൻ ലെവൽസും എല്ലാം ഡിസ്മാന്റിൽ ആയി പോകും, ഡിസോറിയന്റഡ് ആയി പോകും. അപ്പൊ BP-യുടെ പ്രശ്നങ്ങളും അവരുടെ ശരീരത്തില് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് ഓടാതെ വരും. അപ്പോ നിയോഡൈമിയം മാഗ്നറ്റ്സ് ഈ ബോഡിയുടെ അല്ലെങ്കിൽ സ്പേസ് സൂട്ട്സിലും അവരുടെ ഷൂവിന്റെ ഇൻസോൾസിലും ഹെൽമെറ്റ്സിലും ഒക്കെ ഫിറ്റ് ചെയ്തേക്കുന്നത് അവരുടെ ബോഡിയുടെ ടെമ്പറേച്ചറും അവരുടെ ബോഡിയുടെ ബ്ലഡ് പ്രഷറും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നാസ സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ആസ്ട്രോനോട്ട്സ് യൂസ് ചെയ്യുന്നതും ഇതേ നിയോഡൈമിയം ഫിറ്റ് ചെയ്തിട്ടുള്ള അവരുടെ സ്പേസ് സൂട്ടാണ്. ഒരു സ്പേസ് സൂട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു $12 ബില്യൺ ആണ് വില വരുന്നത്. അപ്പൊ ഇതേ നിയോഡൈമിയം മാഗ്നറ്റ്സ് കൊണ്ടാണ് നമ്മളുടെ പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിച്ചേക്കുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾക്ക് ഒരു മാട്രസ് പാഡ് ഉണ്ട്, പില്ലോ പാഡ് ഉണ്ട്, പിന്നെ കയ്യിൽ കെട്ടുന്ന ബ്രേസ്ലെറ്റ് ബാൻഡ് ഉണ്ടാവും, ഒരു വാട്ടർ എനർജി പാഡ് ഉണ്ട്, പിന്നെ നമ്മൾക്ക് ഒരു സിലിക്കോൺ റിസ്റ്റ് ബാൻഡ് ഉണ്ട്. നമ്മളുടെ ബയോമാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ് കൊണ്ട് നമ്മളെ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിൾ ആണ്. ഉറങ്ങുക, വേറെ ഒന്നും ചെയ്യണ്ട, ഉറങ്ങുക, വെള്ളം കുടിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. ഇതാണ് നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മള് മാട്രസ് പാഡ് നമ്മുടെ ബെഡിൽ വിരിച്ചിട്ട് ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് അതിൽ കയറി കിടന്നുറങ്ങുക, പില്ലോ പാഡ് പില്ലോക്കകത്തേക്ക് വെക്കുക, സുഖമായിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക. നമ്മളുടെ ശരീരം സെൽഫ് ഹീലിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയിലൂടെ പോയി നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനെ കറക്റ്റ് ചെയ്ത് രക്തത്തെ കട്ട പിടിപ്പിക്കാതെ നമ്മളുടെ ശരീരത്തെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്നു. വാട്ടർ എനർജി പാഡിനകത്ത് ഉള്ള മാഗ്നറ്റ്സ് നമ്മളുടെ വീട്ടിലെ വെള്ളത്തില് കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, കുടിക്കുന്ന വെള്ളം ഒരു കുപ്പിയിലാക്കിയിട്ട് ഈ വാട്ടർ എനർജി പാഡ് അതിൽ ചുറ്റി കഴിഞ്ഞിട്ട് ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ ഓക്സിജൻ ലെവൽസിനെ അത് വർദ്ധിപ്പിച്ച് നമ്മളുടെ ശരീരത്തിലെ ഞാൻ പറഞ്ഞില്ലേ, വെള്ളം കുടിക്കും തോറും നമ്മളുടെ ശരീരത്തിലെ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് അതിലൂടെ നിരവധി റിസൾട്ട്സ് ആണ് നമ്മൾക്ക് കിട്ടിയേക്കുന്നത്. പക്ഷെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പാടില്ലാത്ത 3 തരത്തിലുള്ളത്. ഇത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് യൂസ് ചെയ്യാൻ പാടില്ല. രണ്ടാമത് പേസ് മേക്കർ വെച്ചേക്കുന്ന ആൾക്കാർ യൂസ് ചെയ്യാൻ പാടില്ല. മൂന്നാമത് ഇൻസുലിൻ പമ്പ്സ് അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചിപ്പോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ്. ചില ആൾക്കാർക്ക് ഈ പാർക്കിൻസൺസ് അസുഖമുള്ള ആൾക്കാരുടെ ബ്രെയിനിന്റെ അകത്ത് ഒരു ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ എന്തെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസ്, അല്ലാണ്ട് സ്റ്റീൽ ഇട്ടത് കൊണ്ടോ സിലിക്കോൺ ഇപ്പോ മുട്ട് മാറ്റി അല്ലെ ചിരട്ട മാറ്റി വെക്കുമ്പോൾ സിലിക്കോൺ ഇട്ടത് കൊണ്ടൊന്നും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. പക്ഷെ നമ്മളുടെ ശരീരത്തിലെ എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നിരവധി റിസൾട്ട്സ് നമ്മൾക്ക് തന്നെ കാണാം. നിങ്ങളെ ആരാണോ ഈ സൂമിലേക്ക് ക്ഷണിച്ചേക്കുന്നത് അവരോട് ചെക്ക് ചെയ്താൽ തന്നെ ഇന്ന് ഒരു 2 കൊല്ലം മുമ്പൊക്കെ റിസൾട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോന്നോരോന്നായിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു 1000കണക്കിന് റിസൾട്ടുകളാണ് നമ്മളുടെ പ്രോഡക്റ്റ്. 220 തരം അസുഖങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ അസുഖങ്ങൾ എന്ന് പറയില്ല, ശരീരത്തില് വരുന്ന ഡിസ്റ്റർബൻസസിനെ മാറ്റാനായിട്ട് ഇത് സഹായിക്കും. നമ്മള് ചെറിയ റിസൾട്ട്സ് ഒക്കെയാണ് ഇത്. നിങ്ങൾക്ക് കാണാം സ്ക്രീനില്. ഇത് ബാലുശ്ശേരിയിലുള്ള ഒരാളുടെ കാലാണ്, പുഴു വരിച്ചിരുന്ന കാലാണ്, മുറിച്ചു കളയണമെന്ന് പറഞ്ഞിട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ഉണങ്ങിയതാണ്. അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിന്റെ മുറിവുകള് പെട്ടെന്ന് ഉണങ്ങാൻ ഈ ഒരു പ്രോഡക്റ്റ് സഹായിക്കും. അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾക്ക് നിരവധി സപ്ലിമെന്റ്സും അകത്തേക്ക് കഴിക്കുന്ന അൾട്രാബെറി ജ്യൂസ് എന്ന് പറയുന്ന പലതരം പഴവർഗ്ഗങ്ങളിലൂടെ അതിന്റെ എക്സ്ട്രാക്റ്റിലൂടെ 21 പഴവർഗ്ഗങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മളുടെ ശരീരത്തിലെ പുറമേ ഉള്ള ഹെൽപ്പ് ചെയ്യുന്നത് പോലെ തന്നെ അകത്തേക്ക് ഈ ഒരു അൾട്രാബെറി ജ്യൂസ് ഒക്കെ കുടിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ ലിവറിന്റെ ഫങ്ഷനെ സഹായിക്കുകയും നമ്മുടെ ശരീരത്തിലെ ഹാർട്ട് ഹെൽത്തിനെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. സമയക്കുറവ് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ.
പിന്നെ നമ്മൾക്ക് മോർ പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സപ്ലിമെന്റ് ഉണ്ട്. ആ സപ്ലിമെന്റും നമ്മളുടെ ശരീരത്തിൽ അത് പ്രത്യേകിച്ചും മനുഷ്യരിലുള്ള സെക്ഷുവലി ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഒരു ഫിസിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. അതുകൂടാതെ നമ്മുടെ കിഡ്നി ഫങ്ഷൻസിനും ബ്രെയിൻ ഫങ്ഷൻസ്, നമ്മളുടെ ഹെൽത്ത്, ഹാർട്ടിന്റെ ഹെൽത്തിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മൾക്ക് കുറെ സപ്ലിമെന്റ്സ് ഉണ്ട്. ആ സപ്ലിമെന്റ്സ് എല്ലാം നമ്മളുടെ റീപർച്ചേസ് കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്ട്സ് ആണ്. ഈ ബാറ്റോറിയത്തിന്റെ ഞാൻ ഹെൽത്തിനെ കുറിച്ച് ചെറുതായിട്ട്, കാരണം ഞാൻ പറഞ്ഞു സമയം എന്ന് പറയുന്നത് കുറെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ കുറെ അധികം ഉണ്ടാവും എക്സ്പ്ലെയിൻ ചെയ്യാൻ. കാരണം ഇന്ന് നമ്മൾ ഒന്ന് മാത്രം വിചാരിച്ചാൽ മതി, നമ്മളുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരവസ്ഥയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ജീവനോടെ വരുമോ, അത് ആംബുലൻസിൽ വരുമോ എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കൊറോണയ്ക്ക് ശേഷം നമ്മൾ വാക്സിൻ എടുത്തിട്ടുണ്ട്. പല ആൾക്കാരും പല വാക്സിൻസ് ആണ് എടുത്തേക്കണേ. വാക്സിൻ എടുക്കാത്തവർ ഭാഗ്യവാന്മാരെന്ന് വേണം ഞാൻ പറയാൻ. കാരണം ഈ വാക്സിൻ എടുത്ത ആൾക്കാരുടെ ഒക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് സഡൻ ആയിട്ടുള്ള ഡെത്ത്, അല്ലെങ്കിൽ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും വന്ന് ഇന്ന് നിരവധി ആൾക്കാരാണ്. അതിന് പ്രായമെന്നോ ഒന്നുമില്ല. കാരണം കുട്ടികൾ വരെ സ്കൂളിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. കഴിഞ്ഞ ദിവസം കലാഭവൻ നവാസ് മരിച്ചു, അതും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ്. പിന്നെ ആരോഗ്യത്തോടെ ഇരിക്കാൻ എക്സസൈസ് ചെയ്താൽ മതി എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ പേപ്പറിൽ കാണുന്നുണ്ട്, ജിമ്മില് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു, ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു, ക്രിക്കറ്റ് കളിക്കുന്ന ഇടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു അല്ലേ. നമ്മൾ അതുപോലത്തെ കുറെ ന്യൂസ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മരണങ്ങൾ എന്ന് നമ്മൾ സ്വയം ഇരുന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് വരുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം നമ്മളുടെ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ ഇനി എത്ര ശ്രമിച്ചാലും നമ്മൾക്ക് ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് തിരിച്ച് ഭൂമിയിൽ അല്ലെങ്കിൽ ഒരു പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനൊക്കെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്തൊരു കാര്യമാണ്. മനുഷ്യൻ നല്ല രീതിയിൽ ഭക്ഷണമില്ല, പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നില്ല, ഉറങ്ങുന്നില്ല. ഉറക്കം എന്ന് പറയുന്നത് വളരെ 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 അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾക്ക് ആകെ നമ്മളുടെ ശരീരത്തിന് തിരിച്ചു കൊടുക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഈ ഭൂമിയുടെ ഭൂമിയുടെ ഞാൻ പറഞ്ഞു മൈൻ ചെയ്തെടുത്ത, ഭൂമിയിൽ നിന്ന് തൻ ചെയ്തെടുത്ത ഈ നിയോഡൈമിയം മാഗ്നറ്റ് നമ്മളുടെ ശരീരത്തിലെ ആ മാഗ്നറ്റിക് ഫോഴ്സിനെ നിലനിർത്താൻ സഹായിക്കുമെങ്കിൽ, മാഗ്നറ്റിക് ഫോഴ്സ് കൂടെ നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനെ നിലനിർത്താൻ സാധിക്കുമെങ്കിൽ, എന്തുകൊണ്ട് നമ്മൾ അത് യൂസ് ചെയ്ത് നമ്മളുടെ ശരീരത്തെ കാത്തു സൂക്ഷിച്ചുകൂടാ, അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ എടുത്തുകൂടാ? അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ചികിത്സിക്കുന്നതിലും എത്രയോ ഭേദമാണ് നമ്മൾക്ക് അസുഖം വരാതിരിക്കട്ടെ. കയ്യിൽ ആ ബാൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു റിസ്റ്റ് ബാൻഡ് ഉണ്ടെന്ന്, ആ റിസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടി പകൽ സമയത്ത് നിങ്ങൾ അതിൽ കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കുക. നമ്മൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഗ്യാരണ്ടി ഉണ്ട്, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ തിരിച്ച് ഞാൻ വീട്ടിൽ വരുമെന്നുള്ളൊരു ഗ്യാരണ്ടി. വീട്ടില് ആ പകൽ സമയത്ത് മുഴുവനും ഈ പ്രോഡക്റ്റ്, ഞാൻ പറയും കയ്യിൽ ബാൻഡ് കെട്ടുന്നത് പോലെ തന്നെ വെള്ളം കുടിക്കുക. ആ മാഗ്നറ്റൈസ്ഡ് വെള്ളം ഒരു 20 കിലോ തൂക്കമുള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം എന്നൊരു കണക്കിൽ ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കുക. വീട്ടിൽ വന്നതിന് ശേഷം എന്താ ചെയ്യാ? സുഖമായിട്ട് ആ മാട്രസ് മുകളിൽ കിടന്നുറങ്ങുക. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ ശരീരത്തെ തിരിച്ച് ആരോഗ്യത്തോടെ കൊണ്ടുവരാനായിട്ട് ഒരു ചെറിയൊരു എന്താ പറയാ, ഒരു ശ്രമം നടത്തുക. ഈ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിലാവും നമ്മളുടെ ശരീരം എത്രമാത്രം ഒരു എനർജി ലെവൽസ് ഒക്കെ കൂടുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോ ആരോഗ്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സമ്പത്ത് എന്ന് പറയുന്നത് വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്ന് പൈസ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും, ശരാശരി മലയാളി അല്ലെങ്കിൽ ലോൺ, നമ്മളെല്ലാവരും ജോലി എടുക്കുന്നത് ഇന്ന് നിലവില് എന്തിനാണ് ജോലി എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോൺ അടയ്ക്കാൻ വേണ്ടി മാത്രം ജോലി എടുക്കുന്ന ആൾക്കാരാണ് അല്ലെ. നമ്മളെല്ലാവരും ലോണ് തീരാറാവുന്നേരം അടുത്ത ലോൺ എടുക്കും. അത് കഴിയാൻ നേരം പിന്നെ വേറെ ഏതൊക്കെ വഴി കൂടെ ലോൺ കിട്ടും. ആ ലോൺ അടയ്ക്കാൻ ഒരു ഡേറ്റ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ ലോൺ അടയ്ക്കാൻ വേണ്ടി വേറെ എത്ര പേരുടെ അടുത്ത് പോയി ചോദിക്കണം എന്നുള്ളത് ആലോചിച്ച്, അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്നും ഒക്കെ മാറ്റം വന്ന്, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു പോംവഴിയായിട്ട് നമ്മൾക്ക് എക്സ്ട്രാ ഒരു ഇൻകം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി, ഇപ്പൊ നിലവിൽ ജോലി എടുക്കുന്ന ഈ ഒരു
ഇബാറ്റോറിയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോജക്റ്റിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു ഉറപ്പ്. കാരണം അത്രയും നല്ല ഒരു ബിസിനസ് പ്ലാൻ ആണ് സാഗർ ജോഷി സാർ നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചേക്കുന്നത്. അപ്പൊ ഇബാറ്റോറിയം എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ നമ്മൾ ഭാഗമായി ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് നമ്മൾ അതിന്റെ ഒരു ഭാഗമായി കഴിയാൻ നേരം നമ്മൾക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റ്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾക്ക് പൈസ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ നമ്മൾക്ക് കുറഞ്ഞത് ഇപ്പോൾ എന്തിനും ഒരു തട്ടുകട തുടങ്ങണമെങ്കിൽ പോലും നമ്മൾക്കറിയാം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ് അല്ലെ, പൈസ വേണം. ആ ഒരു വണ്ടി വാങ്ങിക്കാൻ, ഗ്യാസ്, പാത്രങ്ങള്, അപ്പൊ കുറെ പൈസ നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നത് അല്ലെ. ഒരു ലുലു മോള് തുടങ്ങണമെങ്കിൽ യൂസഫ് അലി അതിന്റെ മേളിൽ കോടികൾ ചെലവാക്കിയതിന് ശേഷമാണ് ആ മോൾ ഓപ്പറേഷണലായി. പിന്നെയാണ് അതിൽ നഷ്ടം വരുന്ന അല്ലെങ്കിൽ ലാഭം വരിക എന്ന് പറയുന്നത്. അതിനതിൻ്റെതായ ഒരു സമയം എടുത്തിട്ടാണ് ആ ലാഭം വരുന്നത്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും ഇനി ആ ഒരു തിങ്കിങ്ങിലേക്ക് പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ കയ്യില് നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമ്മളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്തു, നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾക്ക് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾക്ക് അത് ഒരു മാറ്റം വരുമ്പോൾ നമ്മൾ രണ്ടുപേരോട് പറയും അല്ലെ. നമ്മൾ രണ്ടുപേരോട് പറയാൻ നേരം അതിലൂടെ നമ്മൾ ഒരു ബിസിനസ് ഓണറായി മാറുക അല്ലെങ്കിൽ നമ്മളുടെ പൈസയുടെ അല്ലെങ്കിൽ നമ്മുടെ വരുമാന സ്രോതസ്സിനെ നമ്മൾ കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് കാണുന്നതാണ് ഈ ഒരു ഇബാറ്റോറിയത്തിലൂടെയുള്ള ഒരു ബിസിനസ് പ്ലാനിലൂടെ. അപ്പൊ ഇതിനകത്ത് പലതരം ഇൻകം സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഇൻകം ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു പോകുന്നത്. നമുക്ക് നിരവധി ഈ ഒരു സാഗർ ജോഷി സാറ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ മൈൻഡ് സെറ്റ് മാറ്റിയാൽ മതി. എത്ര രൂപ ഈ മാസം എനിക്ക് എത്ര രൂപ വാങ്ങിക്കണമെന്ന് അല്ലെങ്കിൽ എത്ര രൂപ ഞാൻ ഏൺ ചെയ്യണമെന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷൻ ഇല്ലാതെ നമ്മൾ മനസ്സിൽ കരുതുന്ന പൈസ നമ്മൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോ ഇതിനകത്ത് നമ്മൾ ബിസിനസ് ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഈ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആകണം ഈ പ്രോഡക്റ്റ്. നമ്മളുടെ ബിസിനസ് ഓൺ ചെയ്ത് നമ്മളൊരു ഐഡിയ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഐഡിയയിലൂടെ നമ്മൾക്ക് നമ്മുടെ ബിസിനസ് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട് അല്ലെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. ആ ഒരു ക്രൈറ്റീരിയയും കൂടെ നമ്മൾ കടന്നു കഴിയാൻ നേരം രണ്ടുപേരെ നമ്മൾ റെഫർ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിയാൻ നേരം നമ്മളെ പിന്നെ കാത്തിരിക്കുന്നത് നിരവധി ബോണസുകളും അല്ലെങ്കിൽ നിരവധി ഇൻസെന്റീവ്സ് ഒക്കെയാണ്. അതിനകത്ത് ഈ പ്രോഡക്റ്റ് രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഒന്ന് സിംഗിൾ ഉണ്ട്, പിന്നെ ഫാമിലി പാക്ക് ആണുള്ളത്. സിംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഓരോ സെറ്റാണ് വീതം കിട്ടുന്നത്. ഒരു മാട്രസ് പാഡ്, ഒരു പില്ലോ പാഡ്, ഒരു വാട്ടർ എനർജി പാഡ്, സിലിക്കോൺ ബാൻഡ്, പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ബാൻഡ്. അതുപോലെ തന്നെ ഫാമിലി പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 വെച്ചിട്ടാണ് കിട്ടുക. ഫാമിലി പാക്കില് നമ്മൾക്ക് മാട്രസ് മാത്രം ചൂസ് ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ 3/6 2 നമുക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 5.5 x 6 1 ചൂസ് ചെയ്യാൻ പറ്റും. അത് തന്നെ നമ്മൾക്ക് പ്രീമിയം, ഡീലക്സ്, സെമി ഡീലക്സ് ഈ 3 കാറ്റഗറി ആണുള്ളത്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും ഓണത്തിനും വിഷുവിനും ഒക്കെ നമ്മൾ വെറുതെ പൈസ ഡ്രസ്സിന് വെറുതെ കാശ് കളയുന്ന സമയം, ആ ഒരു സമയത്ത് നമ്മൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്ന ആൾ ആരോഗ്യത്തോടെ ഇരിക്കണം അല്ലെ. അപ്പോ നമ്മള് അതിന് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് കാണിക്കരുതെന്നേ പറയുള്ളൂ. നമ്മളെല്ലാവരും ഇത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു പ്രീമിയം പ്രോഡക്റ്റ് വാങ്ങിച്ച് അല്ലെങ്കിൽ ഒരു സൂപ്പർ ഡീലക്സ് പ്രോഡക്റ്റ് വാങ്ങിച്ച് നമ്മള് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോ നമ്മളുടെ ബിസിനസ് എന്ത് ബിസിനസ് ആണെങ്കിലും ആക്ച്വലി നമ്മൾ ബിസിനസ് അളക്കാൻ ഇതൊരു സോഫ്റ്റ്വെയറിലൂടെ വരുന്ന ഒരു ടെക്നോളജിക്കലി വരുന്ന ഒരു ബിസിനസ്സും കൂടിയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ വോള്യൂം ഞാൻ പറഞ്ഞു, ഇത് ഡയറക്ട് സെല്ലിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഓഫീസിന്റെ ആവശ്യമില്ല, സ്റ്റാഫിന്റെ ആവശ്യമില്ല, സ്റ്റാഫിന് ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളുടെ ഓഫീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു മൊബൈൽ ഫോണാണ്. ഈ മൊബൈൽ ഫോണിൽ കൂടെ തന്നെ നമ്മൾക്ക് നമ്മളുടെ ബിസിനസ് കൺട്രോൾ ചെയ്യാനും ബിസിനസ്സിലെ വോള്യൂം എത്രയാണെന്ന് അറിയാനും ഒക്കെ സാധിക്കുന്ന ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗിൽ അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറിലൂടെ ഡെവലപ്പ് ചെയ്ത് സാഗർ ജോഷി സാറ് നമ്മുടെ മുമ്പിൽ എത്തിച്ചേക്കുന്നത്.
ഈ ഒരു ബിസിനസ് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് പോയിന്റ് സിസ്റ്റം ആണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചു. ആ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നേരം ആ പ്രോഡക്റ്റിനെ പൈസ വെച്ചിട്ടാണ് നമ്മൾ അളക്കുന്നതെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ അത് നമ്മൾക്ക് തന്നെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അപ്പൊ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രോഡക്റ്റിനും പോയിന്റ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഓരോ പോയിന്റ് വൈസ് ആണ് നമ്മൾക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ ബിസിനസ് തുടങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഏറ്റവും കുറഞ്ഞത് 13 PV ഒരു പ്രോഡക്റ്റ് ആണ്. 13 PV പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് ഇത് നമ്മളുടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരം ആണ് സാഗർ ജോഷി സാറ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് നിരവധി പ്രോഡക്ട്സ് ഉണ്ടത്. ലൈഫ് സ്റ്റൈൽ പ്രോഡക്ട്സും ഒക്കെ ഉള്ളതാണ്. അപ്പോ ഞാൻ പറഞ്ഞു 13 PV നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ സിംഗിൾ പാക്ക്, മാട്രസ് പാഡിന്റെ സിംഗിൾ പാക്ക് എന്ന് പറയുന്നത് 50 PV പാക്കാണ്. രണ്ടാമത് ഫാമിലി പാക്ക് എന്ന് പറയുന്നത് 100 PV ആണ്. നമ്മളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു. നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു. നമ്മളുടെ ഏറ്റവും അടുത്ത 2 കൂട്ടുകാരോടോ നമ്മൾക്ക് പരിചയമുള്ള വയ്യാണ്ടിരിക്കുന്ന ഇത് ശരിക്കും രോഗികളെ അന്വേഷിച്ച് പോകേണ്ട ഒരു പ്രോഡക്റ്റ് ഒന്നുമല്ല. കാരണം ആരുടെയൊക്കെ ശരീരത്തിലൂടെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജനും പോകുന്നുണ്ടോ അവർക്കൊക്കെ വേണ്ട ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ എല്ലാവർക്കും, നമ്മളുടെ ഇന്ത്യയിൽ തന്നെ 140 കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ ഈ 140 കോടി ജനങ്ങൾക്കും വേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് സാഗർ ജോഷി സാർ നമ്മൾക്ക് വേണ്ടി കണ്ടെത്തിയേക്കുന്നത്. അപ്പോ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നമ്മളുടെ 2 ഏറ്റവും അടുത്ത, അല്ലെങ്കിൽ നമ്മൾ 2 പേര് ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി കഴിയാൻ നേരം അവർ ആ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നേരമാണ് നമ്മളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ഒരു 2 ടീം ഫോം ചെയ്ത്, ജീനിയസും വിന്നർ എന്ന് പറഞ്ഞ 2 ടീം ഫോം ചെയ്തിട്ടാണ് നമ്മുടെ ക്രൈറ്റീരിയ. ഇപ്പൊ നമ്മള് ഇത് വാങ്ങിച്ചു കഴിയാൻ നേരം നമ്മളുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് അവര് പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിയാൻ നേരം ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആദ്യത്തെ ബോണസ് എന്ന് പറയുന്നത് 440 രൂപയാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഇത് ഒരു ദിവസം 2 വരുമാനം നേടാവുന്ന 12 മണിക്കൂർ ആവുന്ന നേരം നമ്മളുടെ ഈ ഒരു കട്ട് ഓഫ് നമ്മൾക്ക് 5 മണി, കാലത്ത് 5 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഒരു സൈക്കിൾസ് എന്നാണ് അതിനെ പറയുന്നത്. ഇൻകം സൈക്കിൾ ആണ്. അപ്പോൾ 5 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയും വൈകിട്ട് 5 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 5 മണി വരെയാണ് നമ്മളുടെ സൈക്കിൾ. അപ്പൊ ഈ 12 മണിക്കൂറിനുള്ളിൽ നമ്മൾക്ക് നേടാവുന്ന ഒരു വരുമാനമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ നമ്മൾ 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേ കാര്യം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. അവരെ കൊണ്ട് വേറെ 2 പേരെ ഈ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ബിസിനസിന്റെ സാധ്യത പറഞ്ഞു കൊടുത്ത് അവര് ജോയിൻ ചെയ്യാൻ നേരം ഇതിനെ ഡ്യൂപ്ലിക്കേറ്റിംഗ് ബിസിനസ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോ നമ്മൾക്ക് ഇങ്ങനെ ടീം ഫോം ചെയ്ത്, നമ്മളുടെ ഒരു ടീം തന്നെ ഫോം ചെയ്ത് വരിക ചെയ്യണം. അപ്പൊ ആദ്യത്തെ ബോണസ് എന്ന് പറയുന്നത് സൂപ്പർ അവയർനെസ് ബോണസ് ആണ്. സൂപ്പർ അവയർനെസ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ 50 PV സെയില് ഒരു സൈഡ് ഞാൻ പറഞ്ഞു ലെഫ്റ്റും റൈറ്റും നമ്മൾക്ക് ടീംസ് വരുവാണ് ചെയ്യുന്നത്. ആ ടീം വരാൻ നേരം ഒരു സൈഡിൽ ഇപ്പൊ ഒരു 50 PV സെയില് നടന്നു. പിന്നെ ഒരു 2 ദിവസം കഴിയുമ്പോൾ അടുത്ത 50 PV സെയില് നടന്നു. ഈ 50 PV സെയില് നടക്കാൻ നേരം ഒരു PVക്ക് 8 രൂപ 80 പൈസയാണ് വാല്യൂ ഇട്ടേക്കുന്നത്. ആ 50 PV മാച്ച് ചെയ്യാൻ നേരം നമ്മളുടെ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നതാണ് ഈ 440 രൂപ. അത് ഞാൻ പറഞ്ഞു 2 സൈക്കിൾ ഉണ്ട് ഒരു ദിവസം. അപ്പൊ 440 രൂപ തന്നെ 2 പ്രാവശ്യം കിട്ടുമ്പോൾ നമ്മൾക്ക് എത്ര രൂപ കിട്ടുക? 880 രൂപ കിട്ടും. അപ്പൊ ഒരു സൈക്കിളിലെ ഒരു 1000 പോയിന്റ് വരെയാണ് സീലിംഗ്. 1000 പോയിന്റ് കഴിഞ്ഞാൽ സീലിംഗ് ആയി. അപ്പോ 100 PV ആണ് നമ്മൾ ഇപ്പൊ 2 ഫാമിലി പാക്കിന്റെ ഓർഡേഴ്സ് ആണ് നമ്മളുടെ ടീം താഴത്ത് സെയിൽ നടക്കുന്നതെങ്കിൽ ആ 100 PV മാച്ച് ചെയ്ത്, അത് എന്ന് വേണേലും ആവാട്ടോ. അത് ഇപ്പൊ ഇന്ന് ഒരു 100 PV സെയിൽ നടന്നു, പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 8 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത 100 PV സെയിൽ നടക്കുന്നതെങ്കിൽ ഈ അവയർനെസ് ബോണസ് എന്ന് പറയുന്നത് ആ സമയത്ത് എപ്പോഴാണോ 2 സൈഡിലും മാച്ച് ആവുന്നത് ആ സമയത്ത് ഈ 2 പോയിന്റ്സും കൂടെ തുല്യമാക്കിയിട്ട് കിട്ടുന്ന ബോണസിനെയാണ് അവയർനെസ് ബോണസ് എന്ന് പറയുന്നത്.
അപ്പൊ 100 PV മാച്ച് ആയി കഴിയാൻ നേരം നമ്മൾക്ക് കിട്ടുന്നത് എത്രയാണ്? 880. അപ്പൊ അത് ഒരു നേരത്തെ സൈക്കിളിലത്തെ കാര്യമാണ് പറയണത്. 2 സൈക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ 880 × 2 1760 രൂപ. അത് അങ്ങനെ പോയി നമ്മൾക്ക് 1000 PV വരെ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു ഒരു സൈക്കിളില്. അപ്പൊ 1000 PV മാച്ച് ചെയ്യാൻ നേരം നമ്മൾക്ക് കിട്ടുന്നത് എത്രയാണ്? ഒരു ദിവസത്തെ വരുമാനം, ഒരു നേരം നമുക്ക് 8800 രൂപയും 2 സൈക്കിൾ ഉള്ളത് കൊണ്ട് ഒരു ദിവസത്തെ വരുമാനം 17600 രൂപയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ വരുമാനം എന്ന് പറയുന്നത് സൂപ്പർ ഫാമിലി ബോണസ് ആണ്. സൂപ്പർ ഫാമിലി ബോണസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 12 മണിക്കൂർ സൈക്കിൾ എന്ന് പറഞ്ഞു അല്ലെ. ഈ 12 മണിക്കൂർ സൈക്കിളിനുള്ളിൽ 2 സെയിൽ എന്ന് വെച്ചാൽ ലെഫ്റ്റിലെ ടീമിലും റൈറ്റിലെ ടീമിലും സെയിൽ നടന്നാല് നമ്മൾക്ക് എക്സ്ട്രാ ആയിട്ട് സാഗർ ജോഷി സാർ ഈ ഒരു ഇൻകം എനിക്ക് തോന്നുന്നു, ഇല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഇൻകം ഒരു കമ്പനിയും നിലവിൽ കൊടുക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. 100 PV നമ്മളുടെ ടീമില് ഒരേ സമയത്ത് ഈ 5 മണി തൊട്ട് വൈകുന്നേരം 5 മണിക്കുള്ളില് നമ്മളുടെ ടീമിൽ ആര് പ്ലേസ് ചെയ്ത് ലെഫ്റ്റും റൈറ്റിലും 100 PV സെയിൽ നടന്നു കഴിഞ്ഞാല് നമ്മൾക്ക് കമ്പനി തരുന്നതാണ് 5940 രൂപ. അത് ഒരു സമയത്ത് ഒറ്റ പ്രാവശ്യം കിട്ടുള്ളൂ. അത് തന്നെ 2 പ്രാവശ്യം കിട്ടാൻ നേരം നമുക്ക് ഏകദേശം 11,880 രൂപ കിട്ടും. അപ്പോ ഒരു ദിവസം ഞാൻ പറഞ്ഞത് എന്താണ്? ഫാമിലി ബോണസ് 11,880 രൂപയും അവയർനെസ് ബോണസ് 17,600 രൂപയും ചേർത്ത് നമുക്ക് ഒരു ദിവസം കിട്ടുന്നത് 29,480 രൂപ. അപ്പൊ 3 ദിവസം ഇൻകം എന്ന് പറയുന്നത് ഏകദേശം 88,000 രൂപയാണ് വരുന്നത്. അപ്പൊ ഡെയിലി വരുമാനം ഞാൻ പറഞ്ഞു 29,840 രൂപ സൂപ്പർ അവയർനെസ്സിലൂടെ കിട്ടുമ്പോൾ നമ്മൾക്ക് വീക്ക്ലി ഇൻകം തന്നെ ഏകദേശം 2,08,880 രൂപ. അപ്പം ആദ്യം കേൾക്കുന്നവരോട് ഇതൊക്കെ പറയുമ്പോൾ ഒരു പക്ഷെ കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ടാണ് ഞാൻ ഇത് വേഗം പറഞ്ഞു പോകുന്നത്. നമ്മൾക്ക് ഇത് കൂടാതെ തന്നെ 3 ലക്ഷം രൂപ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് റീപർച്ചേസിലൂടെ വേറെ വരുമാനമുണ്ട്. ഞാനിപ്പോ പറഞ്ഞത് മദർ പ്ലാൻ ആണ്. അതിനുശേഷം നമ്മളുടെ സെക്കൻഡ് പ്ലാൻ ഉണ്ട്. സെക്കൻഡ് പ്ലാൻ എന്ന് പറയുന്നത് റീപർച്ചേസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സപ്ലിമെന്റ്സും ബാക്കിയുള്ള പ്രോഡക്ട്സ് ഉണ്ട്, നിരവധി പ്രോഡക്ട്സ്. പിൻ ടു പ്ലേറ്റ് എന്നാണ് പറയുന്നത്. ഞാൻ എന്താ പറയണ, വേഗം ഓടിച്ചു പോയതാണ്. നമ്മൾക്ക് ഡ്രസ്സ്, ഷൂസ്, പിന്നെ നല്ല ഗിർ പശുവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നോർത്ത് ഇന്ത്യയിൽ വളരുന്ന ഒരു തരം പശുവാണ് പൊക്കം കുറഞ്ഞ ഗിർ പശു. ആ ഗിർ പശുവിന്റെ നെയ്യ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശുദ്ധമായ നെയ്യാണ്. ആ നെയ്യ് വരെ നമ്മൾക്ക് നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി, ഇത് നമ്മളുടെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. ആമസോൺ, നിങ്ങൾക്ക് എല്ലാവർക്കും ആമസോണിനെ കുറിച്ച് അറിയാം അല്ലെ. ആമസോൺ പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മളുടെ കസ്റ്റമേഴ്സിന്, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിന്റെ ഓണറാന്ന് കരുതുക, നമ്മളുടെ കസ്റ്റമറിന് നമ്മൾക്ക് കമ്പനിയിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ വാങ്ങിച്ച് നമ്മൾക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് റീറ്റെയിൽ പ്രൈസിന് വരെ നമ്മൾക്ക് ഈ പ്രോഡക്ട്സ് വിൽക്കാൻ പറ്റും. ആ റീറ്റെയിൽ പ്രൈസിൽ വിൽക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റീറ്റെയിൽ പ്രോഫിറ്റും വേറെ. അതുകൂടാതെ റീപർച്ചേസിലൂടെ നമ്മൾ പ്രോഡക്ട്സ് മേടിക്കാൻ നേരം നമ്മൾക്ക് ആ PV, ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് PV ഇതുണ്ടല്ലോ, അതും നമ്മൾക്ക് ഓരോ പ്രോഡക്റ്റിനും ഓരോ PV വാല്യൂ വെച്ചേക്കുന്നത് കൊണ്ട് ആ ഓരോ PVക്കും നമ്മൾ മാച്ച് ചെയ്ത് നമുക്ക് അതിനും മാസാവസാനം ഒരു മാസം ലാസ്റ്റ് 30 ദിവസത്തിന് ശേഷം നമ്മൾക്ക് ഒരു ശമ്പളം കിട്ടുന്നത് പോലെ നമ്മൾക്ക് അതൊരു എക്സ്ട്രാ വരുമാനമായിട്ട് മാറുകയും ചെയ്യും. അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരവും ഒക്കെ നമ്മളുടെ കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. റീപർച്ചേസ് ബോണസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 100 PV മാച്ച് ചെയ്യുമ്പോൾ 0.25 PV തൊട്ട് നമുക്ക് 100 PV വരെ, 0.25 PV തൊട്ട് 100 PV, ഈ 100 PV മാച്ച് ചെയ്യാൻ നേരം 2 സൈഡിലും നമ്മൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 63,000 രൂപയാണ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്. നിലവില് ഈ ടൂറിയത്തിന് 30 ലക്ഷം ഓൾറെഡി സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉള്ളതാണ്. അപ്പോ നമ്മൾക്ക് ഈ ഒരു അവസരം എന്ന് പറയുന്നത്, പൈസ എന്ന് പറയുന്നത് മനുഷ്യന് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ
നമ്മള് ഒരാളുടെ അസുഖം മാറ്റാൻ നേരം അല്ലെങ്കിൽ ഒരാൾക്ക് വയ്യായിക വന്നിട്ട് ഈ ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്തു, ഈ ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്തു, അവര് വാങ്ങിച്ചു കഴിയാൻ നേരം ഇന്ന് നമ്മള് അറിയാം ഡയബറ്റിസ് എന്ന് പറയുന്ന കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ, ലോകത്തിലെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഡയബറ്റിക് രോഗികളുള്ളത് കേരളത്തിലാണ്. 16,000 കൂടുതൽ കാലുകൾ മുറിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മളുടെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞു റിസൾട്ടുകൾ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് റിസൾട്ടുകൾ ഉണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഈ റിസൾട്ടുകൾ കാണിച്ചിട്ട് ഒരാളുടെ ജീവൻ മുറിക്കാൻ വെച്ചേക്കുന്ന ഒരാള്, കാല് മുറിക്കാൻ വെച്ചേക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്തിട്ട് അവർക്ക് അതിൽ നിന്നൊരു മോചനം അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു അവരുടെ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങി അവര് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ നേരം അവര് വേറെ 10 പേരോട് പറയില്ലേ ഈ പ്രോഡക്റ്റിനെ കുറിച്ച്. അത്രമാത്രം ചിന്തിക്കുക. നമ്മളുടെ കൈകളിലൂടെ ഒരു പുണ്യപ്രവർത്തനം ചെയ്യുന്നു. ആ പുണ്യപ്രവൃത്തിയിലൂടെ നമ്മൾക്ക് കിട്ടുന്ന ഒരു പൈസ അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യങ്ങൾ നമ്മളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് നടന്നു നീങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കംഫർട്ട് സോൺ ഇപ്പൊ ഈ സാലറീഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ എംപ്ലോയി കാറ്റഗറിയിൽ, സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറിയിലൊക്കെ ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരെ കംഫർട്ട് ലെവലിൽ പൊട്ടിക്കാൻ അല്ലാത്ത ആൾക്കാരും കൂടിയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാണ്. കാരണം കംഫർട്ട് ലെവല് എനിക്ക് ഇത്രയും കിട്ടിയാൽ മതി എന്ന് കരുതുന്നു. പക്ഷെ നമ്മള് ചുറ്റപ്പെടുന്നത് ഈ പറഞ്ഞ കടബാധ്യതകളിലൊക്കെ ആയിരിക്കും. അതിൽ നിന്നും നമുക്കൊരു മോചനം ഒരു കാലത്തും കിട്ടാനും പോകുന്നില്ല. പക്ഷെ നമ്മള് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എത്തിക്കഴിഞ്ഞിട്ട്, ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് കിട്ടുന്ന, നമ്മൾ എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നു അത് നമ്മൾക്ക് വാങ്ങിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതും അത് വലിയൊരു കാര്യമാണ് അല്ലെ. ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾക്കറിയാം എല്ലാവരും ഈ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ. അപ്പൊ നമ്മളൊന്ന് മാറി ചിന്തിക്കുക. ഇങ്ങനത്തെ ഒരു അവസരം നമ്മൾക്ക് ഈ ഒരു കമ്പനി ഓഫർ ചെയ്യാൻ നേരം എന്തുകൊണ്ട് ഞാനിത് ട്രൈ ചെയ്ത് കൂടാ എന്ന് നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് എന്താ പറയുന്നത് സജസ്റ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ വാഗ്ദാനം ചെയ്യുവാണ്. നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലും നോമിനി ഫെസിലിറ്റി ഉള്ള ഈ ഒരു കമ്പനിയിൽ നമ്മൾ മരിച്ചു പോയാലും നമ്മൾക്ക് ഈ ബിസിനസ്സിലൂടെ, നമ്മൾ വളർത്തിയ ഈ ഒരു ബിസിനസ്സിലൂടെയുള്ള വരുമാനം നമ്മുടെ കുടുംബത്തിന് കിട്ടുന്ന ഒരു രീതിയിൽ അതൊരു പെൻഷൻ ആയിട്ട് വേണേ കരുതാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കരുതാം. പക്ഷെ ആ ഒരു ഫെസിലിറ്റി നമുക്ക് ഉള്ളപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് ഉപയോഗിച്ച് മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് സജസ്റ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം നമ്മൾ സമ്പാദിക്കുക, നമ്മൾക്ക് ആവശ്യമുള്ള അത്രയും പൈസ വേണ്ടത്രയും വാങ്ങിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. ഇത് പൈസയുടെ കണക്കൊന്നും ഞാനിപ്പോ പറയുന്നില്ല. കാരണം അത്രയധികം ഒരു കൊല്ലം ഏകദേശം പ്രോപ്പറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മള് എന്താ പറയാ, നമ്മുടെ മനസ്സോടുകൂടി, മുഴുവൻ മനസ്സോടും കൂടി നമ്മൾ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് നമ്മൾ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാല് നമ്മൾക്ക് സമ്പാദിക്കാൻ പറ്റുന്നത് 1-2 ലക്ഷം രൂപയല്ല, പക്ഷെ 5 കോടി രൂപയാണ്. അതൊക്കെ നമ്മൾക്ക് റെഗുലർ ആയിട്ട് ബിസിനസ് പ്രസന്റേഷൻ, നമ്മളുടെ പ്രോഗ്രാംസ് ഓരോ സെന്റർ 14 ജില്ലകളിലും നടക്കുന്നുണ്ട്. അപ്പോ ഇതിലേക്ക് മനസ്സ് മാറ്റി നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക. നമ്മളെ മാറ്റണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അല്ലെ. അപ്പൊ നമ്മൾക്ക് തന്നെ മാറ്റാനായിട്ടുള്ള ഒരു ചിന്ത നമ്മളുടെ ഉള്ളിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ പ്രോഡക്റ്റ് നേരത്തെ പ്രീതി പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ കാര്യം വേറൊന്നുമല്ല. ഞാൻ തലയടിച്ച് വീണിട്ട് എനിക്കൊരു ബ്രെയിൻ നെർവ് ഡാമേജ് വന്നു. വെറും 8 മണിക്കൂർ കൊണ്ട് ആ ഒരു ബാൻഡ് കെട്ടി തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഈ പ്രോഡക്റ്റ് ഞാൻ പല ആൾക്കാരിലേക്കും പിന്നെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ നിരവധി റിസൾട്ടുകൾ, ഡയബറ്റീസ് ഒക്കെ 690 ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാര് 2 മാസം കൊണ്ടൊക്കെ അവരുടെ ഷുഗർ ലെവൽസ് ഒക്കെ നോർമൽ ആയപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ആ ജീവിതങ്ങളിലെ മാറ്റം നമ്മൾക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതിയത്. അപ്പോ എനിക്ക് ഇന്ന് നിങ്ങൾ എന്നെ കേട്ട എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക്സ് എ ലോട്ട്. ഓക്കെ, താങ്ക് യു മഞ്ജുള മാഡം. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായിക്കൊണ്ട് തന്നെ അല്ലെ, എത്ര സിമ്പിൾ ആയിട്ടാണ് മാഡം പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരു സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഈ ഒരു അവസരം നമ്മളിലേക്ക് എത്തിച്ച മഞ്ജുള മാഡത്തിന് ഒരിക്കൽ കൂടെ നന്ദി പറയാണ്. നമ്മളുടെ എല്ലാവരുടെയും സ്നേഹത്തോടു കൂടെ ഉള്ള ഒരു നന്ദി മാഡത്തിനെ അറിയിക്കുകയാണ്.
ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഞാൻ തുടക്കത്തിലേ പറഞ്ഞു നമ്മൾ വലിയൊരു അവസരത്തെയാണ് കേൾക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ള ആ ഒരു ആരോഗ്യം, സാമ്പത്തികം, ഹാപ്പിനെസ് എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന ഒരു കമ്പനിയാണ് ഈ ബയോട്ടേറിയം എന്ന് പറയുന്നത്. ആ ഒരു പ്രൊഡക്റ്റിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എത്ര സംസാരിച്ചാലും മതിയാവില്ല. വാതോരാതെ ഒരു ദിവസം സംസാരിച്ചാലും ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിസൾട്ട് നമുക്ക് പറഞ്ഞു തീരില്ല. അത്രത്തോളം റിസൾട്ടുകളാണ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളിലേക്ക് തന്ന ആ ഒരു ദൈവതുല്യനായ വ്യക്തി ഡോക്ടർ ജോഷി സാറിന് എത്ര നന്ദി പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹത്തിന് നല്ലൊരു നന്ദി പറയാം. നമ്മൾക്ക് ഈ ഒരു അവസരം നമ്മളിലേക്ക് എത്തിച്ചു തന്ന ഒരു ബന്ധുവോ സുഹൃത്തോ ആയിരിക്കാം നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ? നമ്മൾ അറിയാതെ ആയിരിക്കാം പുതിയ ഒരു അവസരത്തിലേക്ക് കടന്നു വന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മളെ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളതെന്ന്. അപ്പോൾ അവർക്ക് കൂടെ നമ്മളൊരു മനസ്സറിഞ്ഞ ഒരു നന്ദി രേഖപ്പെടുത്തുക. അപ്പൊ ഈ ഒരു അവസരം നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ മേഡം കൈകാര്യം ചെയ്യുന്നു. ഇനി ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിസൾട്ടുകൾ നമ്മൾ മേഡത്തിന്റെ കേട്ടു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇഷ്ടംപോലെ റിസൾട്ടുകൾ നമുക്ക് കേൾക്കാനുണ്ടെന്ന്. നമ്മുടെ ഒരു സമയപരിധി മൂലം 2 ആളുകളുടെ റിസൾട്ട് കൂടെ കേൾക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു നമ്മുടെ റിസൾട്ട് ഒരു പേര് സ്ഥലവും പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ റിസൾട്ടും ചുരുങ്ങിയ വാക്കിൽ പറയാൻ വേണ്ടിയിട്ട് 2-3 ആളുകളെ കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ആദ്യം തന്നെ നമ്മുടെ കോട്ടക്കൽ സ്വദേശിയായിട്ടുള്ള ബാബു സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ട്. പ്ലീസ് വെൽക്കം ബാബു സാർ. ഗുഡ് ഈവനിങ്. എന്നോട് പരിചയപ്പെടുത്തി. എൻ്റെ പേര് ബാബു, കോട്ടക്കലാണ് വീട്, മലപ്പുറം ജില്ലയിൽ. എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയത് വളരെ അനുഗ്രഹമായി തോന്നുന്നു. എൻ്റെ ജീവിതം തിരിച്ചു കിട്ടി, എൻ്റെ ജീവിതം തിരിച്ചു തന്നൊരു പ്രൊഡക്റ്റാണിത്. എനിക്ക് കൊറോണ വന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരുന്നു. ജോലിക്കൊന്നും പോകാതെ എന്തെങ്കിലും ഒന്ന് നടക്കാൻ പോലും പോകാത്തൊരവസ്ഥയായിരുന്നു, കിതപ്പായിരുന്നു എനിക്ക്. അങ്ങനെ നിരവധി മരുന്നുകളും ഒരുപാട് ചികിത്സിച്ചിട്ട് ഒരു മാറ്റം വരാതെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ പ്രിയപ്പെട്ട ലീഡേഴ്സ് മഞ്ജുള മാഡം, അതുപോലെ പ്രീതി മാഡം, ഷാജി സാറ് ഇവര് വന്ന് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോ എനിക്കാദ്യം വിശ്വാസമില്ലായിരുന്നു. ഏതായാലും ഞാൻ വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് 4 മാസം കൊണ്ട് തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അതുപോലെ എനിക്ക് കിതപ്പ് മാറി. അങ്ങനെ വീട് പഞ്ചായത്ത് കിണറ് പാസ്സായപ്പോ അങ്ങനെ കിണറ് കുത്താൻ ഒരുങ്ങി. അങ്ങനെ 24 കോലാഴത്തില് കിണറ് കുത്തി. വളരെ നല്ല റിസൾട്ടാണത്. അപ്പൊ അടുത്തുള്ള ആളുകളൊക്കെ ചോദിച്ചു, അസുഖം ആയിരുന്നല്ലോ, നിനക്ക് എങ്ങനെ ഇത് സാധിച്ചു എന്നുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്, അങ്ങനെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അവരോട് ഇപ്പോഴും നന്ദി പറയാണ്. അതുപോലെ ഇപ്പോ ഈ പ്രൊഡക്റ്റ് ഞാൻ എന്റെ നാട്ടുകാർക്കും എന്റെ സുഹൃത്തുക്കൾക്കും ഈ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത ഒരു അമേസിംഗ് റിസൾട്ട് 15 ദിവസമായിട്ടുള്ളൂ. 26 വർഷം ഒരു ആക്സിഡന്റിൽ സംഭവിച്ച ഒരു വ്യക്തിയായിരുന്നു. ഞാനും എന്റെ വൈഫും അമ്പലത്തിൽ പോയപ്പോൾ അദ്ദേഹം രാധാകൃഷ്ണമായിട്ട് അവിടെ വെച്ച് കണ്ടു. മലപ്പുറം അമ്പലത്തിൽ വെച്ച് കണ്ടു. അദ്ദേഹം ഫാമിലി ആയിട്ട് വന്നതാണ് അവിടെ. അപ്പോ തീരെ നടക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ കാല് കറുപ്പ് കളറായിരുന്നു. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തത് കൊണ്ട് കറുപ്പ് ഇരിക്കുകയായിരുന്നു കാല്. അതിന്റെ കൈ ഇങ്ങനെ വിറക്കുകയായിരുന്നു. അപ്പൊ അവരും പെങ്ങളും വന്ന് അവിടെ തൊഴുത് അവരെ ഒരു താങ്ങി പിടിച്ച് കൊണ്ടുപോകുന്ന അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഈ രംഗം കണ്ടു. അങ്ങനെ ഞാൻ അമ്പലത്തിൽ തൊഴുത് പോന്നു കഴിഞ്ഞപ്പോ ഇവരവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, വണ്ടിക്ക് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോ ഓട്ടോറിക്ഷക്കാരൻ അവര് കൊണ്ടുവന്ന വണ്ടിക്കാർ വേറെ ട്രിപ്പിൽ അവര് പോയി. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ട്, നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിച്ചു, ഏതായാലും നമുക്ക് വീട്ടിൽ പോവാം, എന്റെ വണ്ടി കയറിക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വണ്ടി കൊണ്ടുപോയി വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തു. ആ വീട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, ഇതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവർക്കത് ബോധ്യമായി. അങ്ങനെ വണ്ടിയിൽ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, പ്രൊഡക്റ്റ് അപ്പൊ തന്നെ കൊടുത്തു. അങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇന്നേക്ക് 15 ദിവസമായി. ഇന്ന് ഞാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ കാലിന്റെ നിറം, ആ കറുത്ത കളറ് മാറി. വളരെ റിസൾട്ടാണ്. അതുപോലെ അതിന്റെ കൈ ഇങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു, ആ വിറക്കെ നിന്ന് ഒരുപാട് എനിക്ക് ഭയങ്കര എന്താ പറയാ സന്തോഷം കൊണ്ട് അത് ആ ഒരു കാര്യം എല്ലാവരോടും പറയുന്നുണ്ട്. അവരെന്നെ പറയുന്നുണ്ട്, ഞാനിത് എന്റെ ബന്ധുക്കളോട് പറയുന്നുണ്ട്.
എനിക്ക് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, പറയും, ഞാനിതിൽ ഇറങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് സന്തോഷം അറിയാം. ഇപ്പൊ സ്വന്തം പാചകം ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അതൊക്കെ നിന്ന് കഴിഞ്ഞു. അപ്പോ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലേ ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ പ്രൊഡക്റ്റാണ്. അതിന് എന്താ പറയാ, നമ്മുടെ ദൈവതുല്യ കാണുന്ന ഡോക്ടർ സാഗർ ജോഷി സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പൊ എല്ലാവരും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, എല്ലാവർക്കും പ്രൊഡക്റ്റ് കൊണ്ടുകൊടുക്കുക, അവരെ ഫോളോഅപ്പ് ചെയ്യുക. എല്ലാവരും ആരോഗ്യത്തോടു കൂടി, എല്ലാ ജനങ്ങളും ആരോഗ്യത്തോടു കൂടി ജീവിക്കണം എന്നാണ്. ഓക്കെ, സമയപരിധി മൂലം കൂടുതൽ സംസാരിക്കുന്നില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു ബാബു സാർ. നല്ലൊരു റിസൾട്ട് ആണ് അല്ലേ പങ്കുവച്ചിട്ടുള്ളത്. കൊറോണ നമ്മുടെയൊക്കെ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റിമറിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു ആയുഷ് കൊറോണ യോധ അവാർഡ് കിട്ടിയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ്, ദൈവതുല്യമായ ഈ ഒരു പ്രൊഡക്റ്റ്, അത് ഉപയോഗിക്കുന്നതിലൂടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുള്ള ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു നന്ദി ഈ പ്രൊഡക്റ്റിന് പറയാം. വീണ്ടും ഒരാളെ കൂടി ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. ജമീല മാഡം. ജമീല മാഡം ലൈനിൽ കാണുന്നില്ല. ഉണ്ടാവും ജമീല മാഡം ആണല്ലേ? എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ജമീല. ഞാൻ മലപ്പുറം ജില്ലയിൽ ചേലേമ്പ്ര ആണ് എൻ്റെ സ്വദേശം. ഞാൻ ചുരുക്കി പറയാ, എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തന്നത് എൻ്റെ ഗിരീഷ് ബാബു സാറ്, അതുപോലെ ദിൽജ മാഡം എന്ന അവര് രണ്ടാളും കൂടെയാണ് എനിക്ക് ഈ ബയോട്ടോറിയം എന്ന പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തന്നത്. എനിക്ക് വർഷങ്ങളായി മൈഗ്രെയിന്റെ തലവേദന ആയിരുന്നു ഉണ്ടായിട്ടുള്ളത്. കഠിനമായ തലവേദന ആയിരുന്നു. എത്ര മരുന്ന് കഴിച്ചിട്ടും എത്ര ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും ഒരു മാറ്റം ഇല്ലായിരുന്നു എൻ്റെ തലവേദനക്ക്. എന്നത് ഞാൻ ഒരു സമയത്ത് നല്ല മൈഗ്രെയിന്റെ തലവേദന ആയി നിൽക്കുന്ന സമയത്താണ് എനിക്ക് ദൈവദൂതരെ പോലെ അവര് രണ്ടുപേരും എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു. ഞാൻ കുറെ അവരെ ഒഴിവാക്കി വരണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്താന്നറിയില്ല, അത് എനിക്ക് അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയതുകൊണ്ടായിരിക്കാം പിന്നെ അവര് എൻ്റെ വീട്ടിലേക്ക് വന്നു. എന്നോട് ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറഞ്ഞു. ഞാൻ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. എനിക്ക് മൈഗ്രെയിന്റെ തലവേദന വന്നിട്ട് എത്ര വർഷങ്ങളായി അല്ലെ എത്ര കാലമായി എന്ന് ചോദിച്ചാല് എനിക്ക് പറയാനറിയില്ല. അത്രയും എന്റെ കുട്ടിക്കാലത്ത് മുതലേ ഉണ്ട് എനിക്ക് മൈഗ്രെയിന്റെ തലവേദന. അത് അധികം ഹോസ്പിറ്റലിൽ പോയാലും അവര് പറയും മാറൂല എന്ന് പറയും. അധികം ക്ഷീണം വരുന്ന സമയത്ത് മെഡിസിൻ കഴിക്കാൻ പറയും. അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലേനു ഞാൻ പെട്ടിട്ടുണ്ട്. അതില് എന്നൊക്കെ ദൈവത്തോട് നന്ദി പറയണം. എന്നുവെച്ചാല് നമ്മുടെ ഗിരീഷ് ബാബു സാറിനെ, ദിൽജ മാഡം അവരൊക്കെ വന്നു. എനിക്ക് ആ പ്രൊഡക്റ്റ് കൊണ്ടു തരുന്ന സമയത്ത് എനിക്ക് നല്ല മൈഗ്രെയിന്റെ തലവേദന ആയിരുന്നു. ആ സ്പോട്ടിൽ തന്നെ അവര് ആ റിസ്റ്റ് ബാൻഡ് എടുത്ത് എന്റെ തലയിൽ ചുറ്റി തന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ആ തലവേദനക്ക് നല്ലൊരു മാറ്റം ഉണ്ടായി. അന്ന് മുതലേ ഞാന് ആ ഒരു പ്രൊഡക്റ്റ് നെഞ്ചിലേറ്റി ഞാന് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ വേണ്ടപ്പെട്ട എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും ഞാൻ ആ പ്രൊഡക്റ്റ് ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല റിസൾട്ട് തന്നെ. പിന്നെ ഇന്ന് 2 വർഷമായി ഞാൻ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു. ഇന്നേ വരെ എനിക്ക് ആ മൈഗ്രെയിൻ തലവേദന പിന്നെ കണ്ടിട്ടേ ഇല്ല. അപ്പൊ അത്രയും നല്ല റിസൾട്ടാണ് ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ്. നമുക്ക് എല്ലാവർക്കും വിശ്വസിച്ച് നമുക്ക് വാങ്ങി ഉപയോഗിക്കാം. ഒരു ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണെന്നുള്ള 100% നമുക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അത്രത്തോളം റിസൾട്ടുകളാണ്. ഒന്ന് മാത്രമല്ല, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരു പ്രശ്നത്തിന് വാങ്ങുമ്പോൾ പല പ്രശ്നങ്ങളും ആണ് നമുക്ക് മാറ്റം വരുന്നത്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് അലർജിന്റെ പ്രശ്നം ഉണ്ടായിട്ട് അനവധി വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നു. അവർക്കും നല്ല റിസൾട്ടാണ്. പിന്നെ അലർജിന്റെ മരുന്ന് കഴിച്ചിട്ടേ ഇല്ല. നല്ല റിസൾട്ട് തന്നെയാണ് ഉള്ളത്. അങ്ങനെ റിസൾട്ടുകൾ പറയുമ്പോൾ നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റിന്റെ റിസൾട്ടുകൾ പറയുമ്പോൾ സമയം ഒരുപാട് വൈകും. എത്ര പറഞ്ഞാലും മതിയാവില്ല. നമ്മൾ കൊടുത്ത ആളുകൾക്കൊക്കെ റിസൾട്ടുകൾ തന്നെയാണ്. നല്ല റിസൾട്ടുകളാണ്. അപ്പൊ ഇത്രയൊക്കെ എന്റെ റിസൾട്ടാണ്. മൈഗ്രെയിന്റെ തലവേദനക്കായിരുന്നു ഞാൻ ഉപയോഗിച്ചത്. അത് ഇന്ന് വരെ ആ നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഇന്ന് വരെ എനിക്ക് ആ മൈഗ്രെയിന്റെ തലവേദന ഉണ്ടായിട്ടില്ല. അപ്പോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്.
താങ്ക് യു. നല്ലൊരു മൈഗ്രെയിൻ എന്ന് പറയുന്നത് പല ആളുകൾക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതിന് നമ്മൾ മരുന്നില്ല. അത് നമ്മള് ആ ഒരു എന്താ പറയാ പെയിൻ കില്ലർ കഴിച്ചുകൊണ്ട് നിലനിർത്തി കൂടുന്ന ഒരു അസുഖമാണ്. പക്ഷെ അതിൽ ഒരു മാറ്റം മാഡത്തിന് കിട്ടി. അതേപോലെ നല്ല റിസൾട്ടുകളാണ് പങ്കുവച്ചിട്ടുള്ളത്. മാഡം സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, പറയാനാണെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ടെൽ. മാഡം ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് മാത്യൂസ്, പത്തനാപുരം സ്വദേശിയാണ്. ഞാൻ രാജു ഡോക്ടർ രാജു വെറ്റിനറി ഡോക്ടറിൻ്റെ ഒരു ഡൗൺലൈനാണ്. ഞാൻ പറയാൻ പോകുന്നത്, ഞാനിപ്പം ചാറ്റ് ബോക്സിനകത്ത് ഞാനൊരു എൻ്റെ പട്ടിയുടെ ഒരു ഇത് ഞാൻ അങ്ങോട്ട് അയച്ചിരുന്നു. രാജു ഡോക്ടർ വിധി എഴുതി പട്ടി ചത്തുപോകും, ഇനിയിപ്പോൾ രക്ഷയില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. കാരണം ഞാൻ സ്നേഹിച്ച് വളർത്തിയ ഒരു പട്ടിയായിരുന്നു. കാരണം കഴിഞ്ഞാല് അത്രയ്ക്കും റിസൾട്ട് എനിക്ക് ഈ വീട്ടുകൃത്തിനകത്ത് എന്റെ പട്ടിയിൽ കിട്ടി. കാരണം കഴിഞ്ഞാല് ഡോക്ടർ പറഞ്ഞു, മാത്യൂസെ ഇനി ഒന്നും നോക്കണ്ട. ഡോക്ടർ എനിക്ക് 4 ഇഞ്ചക്ഷൻ എനിക്ക് ആ പട്ടിക്ക് എടുത്ത് തന്നു. 750 രൂപയുടെ ഇഞ്ചക്ഷനാണ് എടുത്തത്. ഡോക്ടർ ഒരു പൈസ പോലും എൻ്റെ കയ്യിൽ വാങ്ങിച്ചില്ല. ഡോക്ടർ പറഞ്ഞു, ഞാൻ മാത്യൂസെ ഞാൻ പൈസ ഒന്നും വാങ്ങിക്കുന്നില്ല, എനിക്ക് പൈസ ഒന്നും വേണ്ട. ഞാൻ 2 പ്രാവശ്യം ഞാൻ പട്ടിയെ കൊണ്ടുപോയി. ആദ്യത്തെ ദിവസം 2 പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തു, 3 ഇഞ്ചക്ഷൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കൊണ്ടുപോയി 2 പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു അതിന് ഇനി രക്ഷയൊന്നുമില്ല, ഇങ്ങനെ അത് ഇതായി പോകുന്നു എന്ന്. പക്ഷേ ഞാൻ ആ പട്ടിയെ അത്രയധികം ഞാൻ സ്നേഹിക്കുന്നു. കാരണം ഞാൻ മിണ്ടാപ്രാണിയാണ് എങ്കിൽ തന്നെയും നല്ല രീതിയിൽ എന്നെ സ്നേഹിക്കൂ. അത് നല്ല ഒരു സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സയൻസ് തരുന്ന ഒരു മിണ്ടാപ്രാണിയാണ് പട്ടി എന്ന് പറയുന്നത്, പട്ടി പൂച്ച എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ ആ ഒരു വീബൈഡോരത്തിന്റെ ഒരു റിസ്റ്റ് ബാൻഡ് ഞാൻ എന്റെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു. വെള്ളം ഞാൻ കൊടുത്തു, സിറിഞ്ചിനകത്താണ് ഞാൻ വെള്ളം കൊടുത്തത്. പക്ഷെ നല്ല രീതിയില് നല്ല റിസൾട്ട് എനിക്ക് എന്റെ പട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടി. രായു ഡോക്ടർ പോലും അന്തിച്ചു. ഞാൻ രായു ഡോക്ടർ പോലും ഞാൻ പറഞ്ഞില്ല, സത്യമായിട്ട് ഞാൻ പറഞ്ഞില്ല. അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു. ഡോക്ടർക്ക് അറിയാം. ഞാൻ ഡോക്ടറിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴ് പട്ടി വേച്ചായിരുന്നു പോകുന്നത്. സത്യം പറഞ്ഞാല് ഞാൻ ഇത് പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലത്തെ ഞായറാഴ്ചത്തെ രാവിലത്തെ സൂ മീറ്റിങ്ങിനകത്ത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് ഹ്യൂമൻ ബീയിങ് കിട്ടുന്നതിനെക്കാട്ടും നല്ലൊരു റിസൾട്ട് എൻ്റെ ഒരു മിണ്ടാപ്രാണിയായിട്ടുള്ളൊരു ജീവിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അതിശയമാണ്. അതിശയം എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിശയമായിട്ട് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പം വീഡിയോ ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ അത്രയ്ക്കും ഞാൻ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ അത്രയ്ക്കും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. രായു ഡോക്ടർ പോലും വിധി എഴുതി മാത്യൂസ് ഇനി കൂടുതൽ സമയമൊന്നുമില്ല പട്ടിക്കെന്ന് പറയുന്നത്. എന്താണ് ഇപ്പൊ അവള് നല്ല രീതിയിൽ നല്ല ഉറങ്ങുന്നു. നല്ല രീതിയിൽ ഞാൻ ഈ വീട്ടുകാരത്തിന്റെ ആ പ്രോഡക്റ്റ് തലയിലും കെട്ടി വെള്ളം തേച്ച് എല്ലാം കൊടുത്ത് ഇത് ചെയ്യുന്നു. ഓക്കെ മാഡം, ഞാൻ ഇത്രയേ പറയാവുള്ളൂ. പറഞ്ഞാല് നല്ലൊരു പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് പറയാനുണ്ട്. എല്ലാവരും ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു ഉപയോഗിക്കണം. മനുഷ്യന് മാത്രമല്ല മിണ്ടപ്രാണികൾക്കും എല്ലാം നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മൾ ഒരു കാരണവശാലും നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ജയ് ബയോട്ടോര്. താങ്ക് യു വെരി മച്ച് മാഡം. ഓക്കെ സർ, താങ്ക് യു. നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ പറയും ബ്ലഡ് ഉള്ള എല്ലാ ആളുകൾക്കും അത്യാവശ്യമായിട്ടുള്ള, നമ്മുടെ ലോകത്തിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണെന്നാണ് നമ്മൾ എപ്പോഴും പറയാറ്. പക്ഷെ നമ്മുടെ ആ ഒരു പൂച്ചയ്ക്കും പട്ടിക്കും അതേപോലെ നമ്മുടെ ചെടികൾക്കും എല്ലാത്തിനും നമ്മൾക്ക് ഭയങ്കര റിസൾട്ട് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്നേഹിച്ചാൽ മനുഷ്യരെക്കാൾ ഏറെ നമ്മളെ സ്നേഹിക്കുന്നതാണ് മൃഗങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവരെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അത്രയ്ക്കും വിഷമം സാറിന് നേരിട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഈ ഒരു ദൈവതുല്യമായ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിച്ച ഈ ഒരു പ്രൊഡക്റ്റ്, അതിലൂടെ ആ ഒരു മിണ്ടാ പ്രാണിക്ക് പോലും ജീവൻ തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനും സാഗർ ജോഷി സാറിനും
നമ്മളിലേക്ക് എത്തിച്ചു തന്ന ആളുകൾക്കും എത്ര നന്ദി പറഞ്ഞാലും നമ്മൾക്ക് മതിയാവില്ല അല്ലെ. അപ്പോ ഒരിക്കൽ കൂടെ എല്ലാത്തിനും നന്ദി പറയാണ്. നമുക്ക് സമയം 9:30 അടുക്കുന്നു. ഇഷ്ടംപോലെ ആളുകൾ ഇനിയും റിസൾട്ട് പറയാനുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു സമയപരിധി മൂലം ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം, ഇന്ന് ഈ ഒരു പ്രോഡക്റ്റിന്റെ റിസൾട്ടുകളൊക്കെ പങ്കുവെച്ചിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ് പറയാണ്. അതേപോലെ തന്നെ ഈ ഒരു നല്ല കാര്യം നമ്മളിലേക്ക് വളരെ ലളിതമായിക്കൊണ്ട് തന്നെ നമ്മളിലേക്ക് എത്തിച്ചു തന്ന മഞ്ജുള മേഡത്തിനും നന്ദി പറഞ്ഞുകൊണ്ട്, നമ്മളൊക്കെ ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ കാരണക്കാരനായിട്ടുള്ള വ്യക്തി അല്ലെ, നമ്മുടെ കേരളത്തിലേക്ക് ഈ ഒരു പ്രൊജക്റ്റും നമ്മളിലേക്ക് എത്തിച്ചു തന്ന ആ ഒരു മഹത് വ്യക്തി, നമ്മുടെ ഗ്രേറ്റ് പേഴ്സണാലിറ്റി മനോജ് സാറിനും അല്ലെ. സാറ് നമ്മളിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തിച്ചു തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അറിവില്ലാത്ത ആളുകളാകുമായിരുന്നു. നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ടുകളൊക്കെ നമ്മൾക്ക് അനുഭവിക്കാതെ പോകുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനും നമ്മളെല്ലാവരും മനസ്സറിഞ്ഞ ഒരു നന്ദി രേഖപ്പെടുത്തുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ് പറഞ്ഞുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട്, ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ ഇത്രയും സമയം മാറ്റി വെച്ചുകൊണ്ട് അല്ലെ, നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഈ ഒരു അവസരത്തെ കുറിച്ച് കേൾക്കാൻ ബാക്കിയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ആൾ. ഗുഡ് നൈറ്റ്.